തന്റെ ജനങ്ങൾക്കെതിരെ പടച്ചോന്റെ മുമ്പിൽ സാക്ഷിയാക്കും. വജഅല ഹാദിഹിൽ ഉമ്മത, ഈ സമുദായത്തെ മൊത്തം അല്ലാഹു ആക്കിയിരിക്കുന്നു ശുഹദാ അലന്നാസ്, കഴിഞ്ഞുപോയ എല്ലാ ജനങ്ങളുടെയും മേൽ സാക്ഷിയാക്കിയിരിക്കുന്നു. അള്ളാന്റെ റസൂലിന്റെ ഈ ഹദീസ് ഇമാം ഖുർത്തുബി തന്റെ അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ എന്ന തന്റെ തഫ്സീറിൽ വഇദാ സഅലക ഇബാദി എന്ന ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഉദ്ധരിക്കുന്നുണ്ട്. 1:237 നോക്കിയാൽ കാണും. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, വകാനത്തിൽ ഉമമു, പണ്ടത്തെ സമുദായങ്ങളായിരുന്നു, തഫ്സഉ ഇലാ അംബിയാഇഹാ, വിഷമവും ബുദ്ധിമുട്ടും വന്നാൽ അവർ ഓടിച്ചെല്ലുക, പ്രയാസങ്ങൾ ഇറക്കി വെക്കുക അവരുടെ നബിമാരുടെ മുമ്പിലാണ്. ഫി ഹവായിജിഹിം, അവരുടെ ആവശ്യങ്ങളിൽ അവർ നബിമാരെ സമീപിക്കും. ഹത്താ തസ്അലൽ അംബിയാഉ ലഹും ദാലിക, നബിമാരാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വന്തം അവർ പ്രാർത്ഥിക്കുന്നതിലുപരി കാര്യങ്ങൾ പറയാൻ വേണ്ടി അവർ നബിമാരെ സമീപിച്ച് നബിയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മധ്യസ്ഥ പ്രാർത്ഥന, ഉമ്മത്ത് നബിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യത്തിന് ഉമ്മത്ത് നബിനോട് പറയുക, എന്നിട്ട് നബി തങ്ങൾ പ്രാർത്ഥിക്കുക. ഇതാണ് സകല ഉമ്മത്തിന്റെയും നില. ഈ ഉമ്മത്തിന് വിശേഷപ്പെട്ടൊന്ന് നൽകി, നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചോ ഉത്തരം നൽകാം. നിങ്ങൾ മാത്രം പ്രാർത്ഥിച്ചോ, നബിന്റെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ലട്ടോ, നമുക്കൊരു ആനുകൂല്യം കൂടിയും കിട്ടിയെന്നാ പറയുന്നത്. നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചാൽ നാം ഉത്തരം നൽകാം എന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞു, പണ്ട് നബിമാർക്ക് നൽകിയ ഓഫർ. അപ്പൊ നബിമാർക്ക് നൽകിയ ഓഫർ ഞമ്മക്ക് നൽകിയിട്ട് നമ്മൾ പ്രാർത്ഥനക്കാരായി മാറിയത് ഈ സമുദായത്തിന്റെ സവിശേഷതയാണ്. പൂർവ്വ സമുദായത്തിനൊക്കെ നബിമാരാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് നമ്മുടെ ഇമാമുകൾ വിവരിക്കുന്നുണ്ട്. ഖുർആനും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്, വഖാലു യാ മൂസ ദുഉ ലനാ റബ്ബക്. മൂസാ നബിന്റെ ജനത എവിടെയെങ്കിലും പ്രാർത്ഥിച്ചത് ഖുർആനിൽ പറയണില്ലല്ലോ അധികം. ഖാലു യാ മൂസ ദുഉ ലനാ റബ്ബക്, മൂസ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നബിനെ സമീപിക്കുന്ന സമ്പ്രദായമാണ് അവർക്ക്. ഈ പ്രമാണങ്ങൾ സാക്ഷീകരിക്കുന്ന രീതിയിലാണ് നബിമാരുടെ സമീപിച്ച് നബിമാർ പ്രാർത്ഥിക്കുന്ന രീതിയാണ് മുമ്പന്നേ സമുദായത്തിലുള്ളത്. ഇതിനാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയാറ്. ഓലി എടിയിൽ നിന്നിട്ട് മധ്യസ്ഥന്മാര് പ്രാർത്ഥിക്കുക. ഇത് ക്രിസ്ത്യാനികൾക്ക് കുറച്ചും കൂടി ഇറങ്ങി സുതാര്യമായത്രേ അവരുടെ ഭാഷയിൽ. അവിടെ നമുക്ക് യോജിപ്പില്ലേ? എന്ത്, മനുഷ്യനായി ദൈവം വന്നപ്പോ ദൈവവും മധ്യസ്ഥനും ഒക്കെ ഒന്നായി. ദൈവം തന്നെ മകനായിട്ട് അവതരിച്ചപ്പോ അപ്പൊ ദൈവമൊക്കെ ഒന്നായി. അപ്പൊ മധ്യസ്ഥതയ്ക്ക് കുറച്ചുകൂടി സുതാര്യത കൂടി എന്നല്ലാതെ പഴയ കാലത്തെ മധ്യസ്ഥതയുണ്ട്. ബാബുപോളിനെ തന്നെ ഞാൻ ഉദ്ധരിക്കട്ടെ. പ്രവാസപൂർവകാലത്ത് മധ്യസ്ഥ പ്രാർത്ഥന പ്രാധാന്യം നൽകി. എന്താ പ്രവാസപൂർവകാലം? ക്രിസ്തുവിന്റെ മുൻപ്, ഈസാനബിന്റെ മുൻപ് 1000 മുതൽ 556 വരെ കൊല്ല. ക്രിസ്തുവിന്റെ മുൻപ് അള്ളാന്റെ റസൂല് ജനിക്കുന്നത് എന്നാ? 600-ല്, 571-ല്. നബിയായി വരുന്നത് 600-ലാണ്. 600-കളിൽ നബിയായി വരുന്ന നബിയാകുന്നത് AD. നബി തങ്ങൾ വരുന്നതിന്റെ ഏതാണ്ട് 1000 കൊല്ലവും 1500 കൊല്ലം മുമ്പേ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഈ മധ്യസ്ഥ പ്രാർത്ഥന ഖുർആനും ശരിവെക്കുന്നുണ്ട്, പരമ്പരാഗതമായി ആ സമൂഹത്തിൽ നിലനിന്നത്. ഞാൻ അവിടേക്കൊന്നും പറഞ്ഞാൽ സുദീർഘമായി പോകും. അപ്പൊ നബിമാരുടെ അവതരണത്തിന്റെ മുൻപേ, നൂറ്റാണ്ടുകൾക്ക് മുൻപേ വേദക്കാരിൽ, പഴയ വേദക്കാരിലും പുതിയ വേദക്കാരിലും, അതായത് ഇഞ്ചീലിന്റെ ആളുകളിലും തോറായുടെ ആളുകളിലും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. വിഷമങ്ങൾ വന്നാൽ നബിമാരെ സമീപിക്കുക, നബിമാർ പ്രാർത്ഥിക്കുക. അതവരുടെ മരണശേഷം അവരുടെ ഖബറിടത്തിൽ ചെല്ലുക, അവരോട് പറയുക, അവർ പ്രാർത്ഥിക്കുക, അവരെ മധ്യസ്ഥരാക്കി പ്രാർത്ഥിക്കുക. നമ്മളെ ഭാഷയിൽ തവസ്സുൽ. ഈ തരത്തിലുള്ള പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, മധ്യസ്ഥന്മാരാക്കി അമ്പിയാക്കളെ വെക്കുന്ന ഇടപാട് അവരിലുണ്ട്. നബി തങ്ങൾ വരുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സെന്റ് പോളിന്റെ ക്രിസ്ത്യാനിസം വന്നിട്ടുണ്ടല്ലോ. സെന്റ് പോളിന്റെ ക്രിസ്ത്യാനിസത്തിലുള്ളതാണ് ഇന്നത്തെ നമ്മളെ വേദങ്ങളൊക്കെ. ഇന്നത്തെ നമ്മളെ മത്തായി, ലൂക്കോസ് എന്നൊക്കെ പറയുന്ന വേദങ്ങളില്ലേ, ആ വേദങ്ങൾ അടക്കമുള്ള പുതിയ നിയമ പുസ്തകങ്ങളൊക്കെ സെന്റ് പോളിന്റെ ശേഷമുള്ള ക്രിസ്ത്യാനിസത്തിന്റെ അടിസ്ഥാന. ഇതിലൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അപ്പൊ മധ്യസ്ഥ പ്രാർത്ഥന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തേ ഉണ്ട്. നബി തങ്ങളുടെ കാലത്തിന്റെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഉണ്ട്. നബി തങ്ങളുടെ കാലത്തിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നടക്കുന്ന ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഖുർആൻ ഇറങ്ങിയിട്ട് ഖുർആൻ എന്തുകൊണ്ട് വേദക്കാരിൽ നിലനിന്ന ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ വിമർശിച്ചിട്ടുണ്ട് ഒരു വാക്ക് പറഞ്ഞില്ല? ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. എന്റെ സാധാരണക്കാർ ഈ ചോദ്യം കണക്കിലെടുക്കണം. കാഫിറുകളായ വേദക്കാരായ ആളുകളെ ഒരുപാട് വാദങ്ങൾ ഖുർആൻ ഖണ്ഡിച്ചിട്ടുണ്ട്.
ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹ്, ദൈവം തന്നെയാകുന്നു യേശുക്രിസ്തു എന്ന് കാഫിരീങ്ങൾ പറഞ്ഞ ക്രിസ്ത്യാനികൾ കാഫിറാൻ. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ, ത്രിയേകത്വം പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യാനികൾ കാഫിറുകളാണ്. ലാ തഖൂലൂ സലാസ ഇൻദഹു, ദൈവം മൂന്നെണ്ണമാണെന്ന് നിങ്ങൾ പറയരുത്, ഇത് നിർത്തണം, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ ദൈവപുത്രനാണ് എന്ന് ജൂതന്മാർ പറഞ്ഞു, തെറ്റാണ്. വഖാലത്തിൻ നസ്വാറൽ മസീഹ് ഇബ്നുല്ലാഹ്, ദൈവപുത്രനാണ് യേശു എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു, തെറ്റാണ്. അപ്പൊ യേശുക്രിസ്തു ദൈവമാകുന്നു എന്ന് പറഞ്ഞത് തെറ്റാണ്. യേശുക്രിസ്തു ദൈവത്തിന്റെ ത്രിയേകത്വത്തിന്റെ ഒരു ഭാഗമാകുന്നു എന്ന് പറഞ്ഞത് തെറ്റാണ്. യേശുക്രിസ്തു പുത്രനായി അവതരിച്ച ദൈവമാകുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് അനേകം വിശ്വാസങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ ഖുർആൻ യേശുക്രിസ്തുവിനെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് തെറ്റാണ്, ശിർക്കാണ് എന്ന് എന്തുകൊണ്ട് ഖുർആനിൽ പറഞ്ഞില്ല? ഒരായത്തിന്റെ ശകലമെങ്കിലും വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് കാണുന്നുണ്ടോ? ഞാനിത് ഇസ്ലാമിക പ്രമാണമായി ഉദ്ധരിക്കുന്നതല്ല, ഇസ്ലാമിക പ്രമാണമായി ഉദ്ധരിക്കുന്നതാണെന്ന് മനസ്സിലാക്കേണ്ട, അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് മനസ്സിലാക്കി തരികയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറ്റാണ്ടുകൾക്ക് മുൻപല്ല, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ നിലവിലിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ക്രിസ്ത്യാനിസത്തിൽ നിലനിന്നിട്ട്, യേശുക്രിസ്തുവിനോട് നേരിട്ട് അന്യായം പറയുന്ന മധ്യസ്ഥ പ്രാർത്ഥന നിലനിന്നിട്ട്, യേശുക്രിസ്തുവിനെ അനുകരിച്ച വിശുദ്ധന്മാർ എന്ന പേരിലുള്ള മധ്യസ്ഥന്മാരെ വെച്ചിട്ട് ആ മധ്യസ്ഥ പ്രാർത്ഥന നിലനിന്നിട്ട്, വിശുദ്ധ യൂദാസ്ലിഹോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിലനിന്നിട്ട്, ആ മധ്യസ്ഥ പ്രാർത്ഥനയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ഖുർആനിക വചനം നബി തങ്ങളുടെ കാലത്തിറങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ എവിടെയെങ്കിലും ഉണ്ടോ? നബി തങ്ങളുടെ കാലശേഷം വന്നതാണോ ക്രിസ്ത്യാനിറ്റിയുടെ മധ്യസ്ഥ പ്രാർത്ഥന? അല്ല തന്നെ. സെന്റ് പോളിന്റെ ക്രിസ്ത്യാനിസം നബി തങ്ങളുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തുയർക്കൊണ്ടിട്ടുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ തന്നെ കുസ്തന്തീൻ ചക്രവർത്തി ക്രിസ്ത്യാനിസത്തിന്റെ വേദങ്ങളൊക്കെ ഇന്ന് നിലവിലുള്ള വേദങ്ങൾ അടിസ്ഥാനപരമായി നിർണയിച്ചിട്ടുണ്ട്. ആ സെന്റ് പോളിന്റെ ക്രിസ്ത്യാനിസത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനയെ വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് എതിർത്തില്ല? അപ്പൊ തൗഹീദിന് വിരുദ്ധമാണെങ്കിൽ അവരെ പറ്റി പറയുമ്പോൾ അടിസ്ഥാന ശിർക്ക് അതല്ലേ പറയാ? അത് ഖുർആൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? അതൊരു മനസ്സിലാക്കേണ്ട നിലയാണ്. അപ്പൊ മധ്യസ്ഥന്മാരാക്കി അമ്പിയാക്കന്മാരെ വരുന്ന പോയിന്റിനെ വിശുദ്ധ ഖുർആൻ എതിർത്തില്ലെന്ന് മാത്രമല്ല, ഞാനൊരൽപ്പം കൂടി കയറി പറയട്ടെ. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ മധ്യസ്ഥന്മാരാക്കി വസീല എന്ന് പ്രയോഗിക്കുന്ന പ്രയോഗം സ്വഹാബാക്കൾ പ്രയോഗിച്ച പ്രയോഗമാണ്. വാസിത്ത എന്ന് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ വിളിക്കുന്ന പ്രയോഗം ഇസ്ലാമികമാണ്. ഉസത്താ എന്നും വസീത്തുകൾ എന്നും അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ പ്രയോഗിക്കുന്ന പ്രയോഗം മധ്യസ്ഥന്മാരുടെ ഇടയാളന്മാരെന്ന് അമ്പിയാക്കന്മാരെ പ്രയോഗിക്കുന്നത് ഇസ്ലാമികമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപിൽ സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യൻ നബിതങ്ങൾ വന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ജിന്നായ സഹയാത്രികൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകി, രാത്രിയിൽ 2-3 വട്ടം കാലിൽ തവണ മുട്ടിയിട്ടുണർത്തിയിട്ട് അതാ വന്നിരിക്കുന്നു ഖുറൈശി പ്രവാചകൻ എന്ന വിളിയാളം കേട്ടിട്ട് നബിനെ വിശ്വസിക്കാൻ വേണ്ടി യമനിൽ വന്നിട്ട് അള്ളാന്റെ റസൂലിനെ മക്കത്ത് വെച്ച് വിശ്വസിച്ച സ്വഹാബിയാണ് സവാദ് ഇബ്നു ഖാരിബ്. ആ സവാദ് ഇബ്നു ഖാരിബ് ചൊല്ലിയിട്ടുള്ള നബി തങ്ങളുടെ തിരുഹദറത്തിൽ വെച്ച് ചൊല്ലിയിട്ടുള്ള കവിത ലോകപ്രസിദ്ധമാണ്, ഇസ്ലാമിക പ്രസിദ്ധമാണ്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹുജറ ശരീഫയുടെ ചുവരിന്റെ ഭിത്തികളിൽ അത് ലേഖനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നീണ്ട കവിതയിലെ 2 വരി, ഏതാണ് ആ 2 വരി? വഅന്നക അദ്നൽ മുർസലീന വസീലതൻ ഇലല്ലാഹി അബ്നൽ അക്റമീനൽ അതായിബി ഫകുല്ലി ഷഫീഅൻ യൗമൽ അദൂ ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ സവാദി ബിൻ ഖാരിബി. ഈ 2 വരി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹുജറത്ത് ശരീഫയുടെ കവാടത്തിങ്കൽ എഴുതി വെച്ച പദ്യങ്ങളുടെ കൂട്ടത്തിൽ ഈ 2 വരിയുണ്ട്. വളരെ കാലമുണ്ടായിരുന്നു. ഇപ്പൊ വഹാബിയത്തിന്റെ സമ്മർദ്ദം കൂടിയിട്ട് പള്ളി പുനഃക്രമീകരിച്ചു വന്ന ശേഷം പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. എങ്കിലും കുറെ മുമ്പുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. വിശുദ്ധ റൗദാ ശരീഫിന്റെ വിശുദ്ധ ഹുജറ ശരീഫയുടെ മുഖത്തെഴുതി വെച്ചത് എന്ന് വെച്ചാൽ ലോകപ്രസിദ്ധവും ഇസ്ലാമിക ലോകത്ത് അംഗീകാരവുമുള്ള കവിതയാണിത്. ആ കവിത ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മദീനത്തെ പള്ളിയുടെ അരികിലൂടെ സവാദ് ഇബ്നു ഖാരിബ് നടന്നു പോകുമ്പോ സ്വഹാബാക്കൾ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ വിളിച്ചിട്ട് സ്വഹാബാക്കൾ നിറഞ്ഞ സദസ്സ് എന്ന് പറഞ്ഞു, നിങ്ങളൊരു കാഹിനാണല്ലോ. കാഹിൻ എന്ന് പറഞ്ഞാൽ ജിന്ന് സേവക്കാരൻ. നിങ്ങളൊരു ജിന്ന് സേവക്കാരനാണല്ലോ. ഇയാൾ പറഞ്ഞു, ഞാൻ മുസ്ലിമായൊരു മനുഷ്യനെ കാഹിൻ എന്ന് പറഞ്ഞ് അപമാനിക്കുന്നതിലും വലിയൊരു അപമാനം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല.
എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ ചിന്നായ സേവക്കാരൻ പറഞ്ഞെന്ന ആ കവിതയും നിങ്ങൾ നബിന്റെ മുമ്പിൽ പറഞ്ഞിരുന്ന ഒരു കവിത ഉണ്ടല്ലോ എന്ന് ചൊല്ലണമെന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷിച്ചു. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അപമാനിക്കാൻ പറയല്ല. അദ്ദേഹം കഥ വിവരിച്ചു. അത്താനീ നജിയി ബഅദ ഹുദഇം വറഖദതി, അത്താനീ നജിയി ബഅദ ഹുദഇം വറഖദതി വലം ആകു ഫീമാ ഖദ് തലൗതു ബികാദിബി എന്ന് തുടങ്ങുന്ന കവിത. ആ കവിതയുടെ ഒരു വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഫാശ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗാലിബി വഅന്നക അദ്നൽ മുർസലീന വസീലതൻ ഇലല്ലാഹി ഇബ്നൽ അക്രമീനൽ ത്വായിബി فكل شفيعا فمرنا بما يأتيك يا خير من مشى وإن كان فيما جاء شيب الذبائب وكل شفيعا يوم لا ذو شفاعة سواك بمغن عن سواد بن قارب. സവാദ് ബിൻ ഖാരിബിന് ഷഫീആകണ നബിയെ അങ്ങുന്നേ, അല്ലാഹുവല്ലാതെ ഒരു റബ്ബില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന നബിയെ അങ്ങുന്നതിന്റെ മുമ്പിൽ നിന്ന് എല്ലാ എതിരാളികളെയും അതിജയിക്കുന്ന വിശ്വസ്തനാണ് അങ്ങുന്നെന്ന് ഞാൻ ഇവിടെ വെച്ച് ഉറച്ച് പ്രഖ്യാപിക്കുന്ന നബിയെ. എന്റെ കൂടെയുണ്ടായിരുന്ന ജിന്ന് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ 3 ദിവസവും കാൽക്കൽ വന്നിട്ട് ഓരോ രാത്രിയിലും പറയുന്നത്, ഇതാ ഖുറൈശി പ്രവാചകൻ വന്നിരിക്കുന്നു, കേട്ടില്ലേ, ഉറങ്ങല്ലേ, ഖുറൈശി പ്രവാചകൻ വന്നിരിക്കുന്നു. എന്നെ മുട്ടി വിളിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നതാണ് നബിയെ. ആ പ്രസിദ്ധമായ കവിതയുടെ ഒരു വാചകം, വഅന്നക അദ്നൽ മുർസലീന വസീലതൻ. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാര് മധ്യസ്ഥന്മാരാണ്. ആ മധ്യസ്ഥന്മാരായ അമ്പിയാക്കളിൽ വെച്ച് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസനായ വസീല അങ്ങൊന്നാണ്. വസീത്തത്തുൽ ഉളുമ, അൽ വസീത്തത്തുൽ ഉളുമ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന മധ്യസ്ഥൻ. ഈ മധ്യസ്ഥ വചനം ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖിയും ഇബ്നു അസാക്കിറും ഖറായിത്തിയും ഒക്കെ നിവേദനം ചെയ്ത് ഉദ്ധരിച്ചിട്ട് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു കസീർ പറയുന്നു, വയശ്ഹദു ലഹു റിവായത്തുൽ ബുഖാരി. ഈ സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത് ഇതിനെ സാക്ഷീകരിക്കുന്നുണ്ട്. അപ്പൊ വസീലത്ത് എന്ന് നബിയെ മധ്യസ്ഥനാക്കി പറയുന്ന പ്രയോഗം സ്വഹാബി നടത്തിയിട്ടുണ്ട്. മദീനത്തെ പള്ളിയിൽ മഴയില്ലാതെ വിഷമിച്ച സ്വഹാബി വര്യൻ, ഗ്രാമീണനായ സ്വഹാബി വര്യൻ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ദുആയിരക്കാൻ പറഞ്ഞപ്പോ, വല്ലൈസാ ലനാ ഇല്ലാ ഇലൈകാ ഫിറാറുനാ വഅന്നാ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. ഞങ്ങൾ എങ്ങോട്ട് ഓടണം നബിയെ? ഞങ്ങൾ അങ്ങയിലേക്കല്ലാതെ ഇവിടേക്ക് ഓടാനാ ഞങ്ങളെ പ്രതിസന്ധി വേളയിൽ? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ പ്രവാചകന്മാരെ തേടിയല്ലാതെ ഞങ്ങൾ എങ്ങോട്ടോടാൻ? ജനങ്ങളിലേക്ക് അയക്കപ്പെട്ട തിരുദൂതന്മാരായ മധ്യസ്ഥന്മാരായി നിങ്ങളെ അള്ളാഹു തെരഞ്ഞെടുത്തപ്പോ അള്ളാഹിനോട് പറയേണ്ട മധ്യസ്ഥന്മാരായി ഞങ്ങൾ നിങ്ങളെ സമീപിക്കല്ലാതെ പിന്നെ എങ്ങോട്ട് വരാൻ എന്ന് നബിയോട് സമീപിച്ചു ചൊല്ലിയ സംഭവത്തിന്റെ അടിസ്ഥാന സംഭവവും സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നബിയുടെ ജീവിതകാലത്തെ നബിയെ വസീലയാക്കി നബിയെ ഇസ്തിശ്ഫാ ചെയ്തുകൊണ്ടുള്ള രീതിയുണ്ട്. ഇസ്തിശ്ഫാ ചെയ്യുക മാത്രമല്ല, മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഈ മധ്യസ്ഥ പ്രാർത്ഥന നബിയുടെ കാലശേഷവും തുടർന്നു. ഖുർആൻ ഇതിന് ആഹ്വാനം ചെയ്തു. സ്വഹാബാക്കൾ നബിയുടെ കാലത്ത് ഇത് തുടർന്നു. സ്വഹാബാക്കൾ നബിയുടെ ജീവിതശേഷവും ഇത് തുടർന്നു. ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ ഓതിവെച്ച ആയത്തിലേക്ക് വരുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസായിൽ 64-ാം ആയത്ത് പറഞ്ഞ ആ ആയത്തിൽ പറയുന്നു, വലൗ അന്നഹും ഇദ്ലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. വലൗ അന്നഹും, പാപം ചെയ്തിട്ടുള്ള ആളുകൾ, ഇദ്ലമൂ അൻഫുസഹും, അവരവരുടെ ശരീരത്തെ ആക്രമിച്ച് പാപം ചെയ്ത സ്ഥിതിക്ക്, വലൗ അന്നഹും ഇദ്ലമൂ അൻഫുസഹും ജാഊക, അവർ തങ്ങളുടെ അടുക്കൽ വരികയാണെങ്കിൽ, ഫസ്തഗ്ഫറ ലഹുമുർ റസൂലു ഫസ്തഗ്ഫിറുല്ലാഹ, എന്നിട്ട് അള്ളാഹിന്റെ തിരുഹദ്റത്തിൽ റസൂലുള്ളാഹിന്റെ തിരുഹദ്റത്തിൽ വെച്ച് അള്ളാഹുവിനോട് അവർ പാപമോചനത്തിന് ഇരക്കുകയാണെങ്കിൽ, വസ്തഗ്ഫറ ലഹുമുർ റസൂലു, തങ്ങൾ അവർക്ക് വേണ്ടി പാപമോചനം തേടുകയുമാണെങ്കിൽ, ലവജദുല്ലാഹ, അള്ളാഹുവിനെ അവർ എത്തിക്കും തീർച്ച തവ്വാബർ റഹീമ, ആ പാപം പൊറുക്കുന്നവനായി. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു കസീർ എന്നിവർ എഴുതുന്നു, യുർഷിദു തആല, ഈ ആയത്തിലൂടെ അള്ളാഹു ആഹ്വാനം ചെയ്യുന്നു, അൽ ഉസാത വൽ മുദ്നിബീന, പാപികളോടും ദോഷികളോടും, ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ ഇസ്യാൻ, തെറ്റും കുറ്റങ്ങളും അവരിൽ നിന്ന് സംഭവിച്ചാൽ, അയ്യു ഇലർ റസൂൽ, റസൂലിന്റെ അടുത്തേക്ക് ചെല്ലണം. റസൂലല്ലേ ഇന്നും റസൂല്? വഫാത്തിന് ശേഷവും റസൂലല്ലേ? വഫാത്തിന് ശേഷവും ജീവിതകാലത്തും റസൂലായ റസൂലിലേക്ക് ചെല്ലണം.
ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, നബിന്റെ സവിധത്തിൽ വെച്ച് അള്ളാഹിനോട് മാപ്പരക്കണം. വയസ്അലുഹു വയസ്തഗ്ഫിറ ലഹും, മാപ്പരക്കാൻ വേണ്ടി നബിയോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. ഞാൻ വാക്ക് പറയണേ, നബി തങ്ങളോട് ഇസ്തിഗ്ഫാർ നടത്തണം. ഫഇന്നഹും ഇദാ ഫഅലൂ ദാലിക, അതവർ ചെയ്താൽ താബല്ലാഹു അലൈഹിം, അല്ലാഹു സ്വീകരിക്കും. വറഹിമഹും, അല്ലാഹു അവരോട് റഹ്മത്ത് ചെയ്യും. വഗഫറ ലഹും, അവർക്ക് പുറത്തു കൊടുക്കും. വലിഹാദാ ഖാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഇബ്നു കസീർ 1461. ഇമാം റാസി ഇതേ ആയത്തിനെ വിവരിച്ചുകൊണ്ട് ഒരു ചെറിയ പോയിന്റ് ചൂണ്ടിക്കാണിക്കുക. വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്നാ അല്ലാഹു പറഞ്ഞേ. അതിന്റെ മുമ്പൊക്കെ തങ്ങൾ 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 എന്ന് സംബോധന ചെയ്ത രീതി വിട്ടിട്ട് മാപ്പരക്കുന്നിടത്തും ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് നബി പ്രതികരിക്കുന്നിടത്തും അള്ളാന്റെ റസൂൽ എന്ന് പ്രയോഗിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുക. വലൗ അന്നഹും, പാപികൾ, ഇല്ലലമു അൻഫുസഹും, അവർ പാപം ചെയ്തതിന്റെ ശേഷം ജാഊക, തങ്ങളടുത്ത് വന്നാൽ, വസ്തഗ്ഫിറുല്ലാഹ, തങ്ങളടുത്ത് നിന്ന് അള്ളാഹിനോട് മാപ്പനെ തേടിയാൽ, വസ്തഗ്ഫർത ലഹും, തങ്ങൾ അവർക്ക് പൊറുക്കലിനെ തേടിയാൽ എന്ന് പറയേണ്ടയിടത്ത് വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂല് പൊറുക്കലിനെ തേടിയാൽ എന്ന് പറയാൻ കാരണമെന്ത്? വലം യഖുൽ വസ്തഗ്ഫർത ലഹും, തങ്ങൾ അവർക്ക് പൊറുക്കലിനെ തേടിയാൽ എന്ന് പറയാതിരുന്നത് ഇജ്ലാല റസൂലി അലൈഹി സ്വലാത്തു വസ്സലാം. ഒന്ന്, നബി തങ്ങളുടെ റസൂൽ എന്ന പദവി വെളിപ്പെടുത്തിക്കൊണ്ട് നബി തങ്ങളെ ബഹുമാനിക്കലാണ്. വഅന്നഹും ഇദാ ജാഊഹു, രണ്ടാമത്തെ ഒന്ന്, നബി തങ്ങളുടെ അടുത്ത് വന്നാൽ ഫഖദ് ജാഊ, അവർ വന്നവരായി. മൻ ഖസ്സഹുല്ലാഹു ബിരിസാലതിഹി, അല്ലാഹുവിന്റെ ദൗത്യം നൽകി വിശേഷപ്പെടുത്തിയ ദൂതന്റെ അരികിൽ. വഅക്റമഹു ബിവഹയിഹി, വഹയി നൽകി ആദരിച്ച ദൂതന്റെ അരികിൽ. വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി, തന്റെയും സൃഷ്ടികൾക്കും ഇടയിൽ മധ്യസ്ഥരാക്കി അല്ലാഹു നിശ്ചയിച്ച ദൂതന്റെ അരികിൽ വന്നോ. വമൻ കാന കദാലിക, മധ്യസ്ഥരാക്കി അയച്ച റസൂൽ ആയ ആ ദൂതന്റെ അരികിൽ ചെന്നാൽ ഫഇന്നല്ലാഹ ലാ യറുദ്ദു ശഫാഅതഹു, നബിന്റെ ശഫാഅത്തിനെ അല്ലാഹു തട്ടൂല. فكانت الفائدة في العدول عن لفظ الخطاب إلى لفظ المغايبة ما ذكرناه. ഇത് നബിന്റെ ജീവിതകാലത്തുമുണ്ട്, നബിന്റെ ഹയാത്ത് കാലത്തുമുണ്ട്, നബിന്റെ വഫാത്തിന്റെ ശേഷവുമുണ്ട്. അന്നൊക്കെയുള്ള റസൂൽ എന്ന പദവി കാണിക്കാൻ വേണ്ടിയാണ് വസ്തഗ്ഫർത എന്ന് പറയേണ്ട സ്ഥാനത്ത് വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്ന് നബിയുടെ എന്നെന്നും നിലനിൽക്കുന്ന അനശ്വരനാമമായ റസൂൽ എന്ന വാക്കിനെ അല്ലാഹു തആല പറഞ്ഞത് അനശ്വരമായ അല്ലാഹുവിന്റെ റസൂൽ എന്ന റിസാലത്തിന്റെ പദവി നിലനിൽക്കുന്നിടത്തോളം കാലം, ആ നബി സഫീറായി നിലനിൽക്കുന്നിടത്തോളം കാലം ആ നബിയുടെ ശഫാഅത്ത് അല്ലാഹു തട്ടൂല. അപ്പൊ ശഫാഅത്തിന് വേണ്ടി ചെല്ലാനാ പറയുന്നത്, ആ ശഫാഅത്ത് അല്ലാഹു തട്ടൂല എന്നാ പറയുന്നത്. ഇത് ജീവിതകാലത്ത് നബിയെ സമീപിച്ച് എല്ലാവരും ചെയ്തതിന്റെ ശേഷം സ്വഹാബാക്കൾ മനസ്സിലാക്കുന്നത് ഇത് ജീവിതകാലത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ആഹ്വാനമല്ല, ഇസ്തിശ്വാ ജീവിതകാലത്ത് മാത്രം നടത്താനുള്ളതല്ല. ആവലാതി പറയാൻ, പാപങ്ങളെ കുറിച്ച് പറയാൻ അള്ളാഹുവിന്റെ റസൂലിനെ സമീപിക്കേണ്ട വചനം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷവും നടന്നിട്ടുണ്ട്. അബൂ സഅദ് അസ്-സംആനി റളിയല്ലാഹു അൻഹു, ഇമാം സംആനി ഹാഫിദു സംആനി റളിയല്ലാഹു അൻഹു തങ്ങളവർകൾ അനവധി ഗ്രന്ഥങ്ങൾ രചിച്ച, ഹിജറ 506 ജനിച്ച് 562 വഫാത്തായ മഹാനായ ഹാഫിദ് അബൂ സഅദ് എത്ര വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാ. 70,000 ഗുരുവര്യന്മാരിൽ നിന്ന് ഹദീസുകൾ ശേഖരിച്ച് ഇൽമു പഠിച്ച മഹാൻ. 70,000. അൽ അൻസാബ് എന്ന 8 വാല്യമുള്ള ഗ്രന്ഥമുണ്ടാക്കിയ മഹാൻ. താരീഖ് മർവ എന്ന 20 വാല്യമുള്ള ഗ്രന്ഥമുണ്ടാക്കിയ മഹാൻ. കിതാബു ദൈൽ എന്ന 15 വാല്യമുള്ള ഗ്രന്ഥമുണ്ടാക്കിയ മഹാൻ. ഇതൊക്കെ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരുടെ പദവികൾ വിവരിച്ച കൂട്ടത്തിൽ അബൂ സഈദ് അൽ ഹാഫിദ് അബൂ സഈദ് സമ്ആനി റളിയല്ലാഹു അൻഹുവിനെ വിവരിച്ചതാണ്. ആ ഹാഫിദ് 1,00,000 ഹദീസ് സനദ് മനപ്പാടമുള്ളവർക്ക് നൽകുന്ന സ്ഥാനപ്പേര് കിട്ടിയ ഹാഫിദ് എന്ന സ്ഥാനമുട്ടിയ മഹാൻ. അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്റെ സനദ് സഹിതം നിവേദനം ചെയ്യുന്ന ഹദീസ് അൻ അലി റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖദിമ അലൈനാ അറാബിയ്യുൻ ബഅദമാ ദഫന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി 3 അയ്യാം. റസൂലുള്ളാഹിനെ മറമാടി 3 നാളുകൾ പിന്നിട്ട ശേഷം ഒരു ഗ്രാമീണനായ സ്വഹാബി വര്യൻ വന്നു. ഫറമാ ബിനഫ്സിഹി അലാ ഖബരി നബി, അദ്ദേഹം നബി തങ്ങളുടെ ഖബറിന്റെ മേൽ അങ്ങ് വീണു. വഹസാ മിൻ തുറാബിഹി അലാ റഅസിഹി, ഗ്രാമീണനാണ്, ഗ്രാമീണ സ്വഭാവത്തിലുള്ള പൊറുതികേടുകളും അസഖ്യതകളും മുഴുവൻ അദ്ദേഹം പ്രകടിപ്പിച്ചു. മണ്ണെടുത്ത് തലയിൽ വാരിപ്പേറിയിട്ടു, പ്രയാസം. വഖാല യാ റസൂലല്ലാഹ്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഫസമിഅനാ ഖൗലക്, തങ്ങൾ ഞങ്ങളോട് പലതും പറഞ്ഞു, ഞങ്ങളതൊക്കെ കേട്ടു. വവഅത അനില്ലാ മാ വഅനാ അൻക, തങ്ങൾ അല്ലാഹുവിൽ നിന്ന് പഠിച്ചു, ഞങ്ങൾ അങ്ങേ തൊട്ട് പഠിച്ചതെല്ലാം.
വകാന ഫീമാ ഉൻസില അലൈക്, അള്ളാഹുവിൽ നിന്നും നിങ്ങൾക്ക് അവതരിച്ചു കിട്ടിയതിലുണ്ടൊരു വാക്യം, വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. പാപം ചെയ്തവർ പാപമോചനത്തിനർത്ഥിക്കാൻ തങ്ങളുടെ ഹദ്റത്തിൽ സമീപിക്കട്ടെ എന്ന ഇസ്തിശ്ഫാഇന് ആഹ്വാനം ചെയ്യുന്ന ഈ വാക്യം ഖുർആനിൽ നമ്മൾ കേട്ടു. വഖല്ലലംതു നഫ്സി, ഞാനിതാ അക്രമം ചെയ്ത പാപിയാൻ, വജിഅ്തുക, ഞാൻ തങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു, തസ്തഗ്ഫിറുലി, തങ്ങളെനിക്ക് മാപ്പിരക്കണം, തങ്ങളെനിക്ക് മാപ്പിരക്കണം. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് ഇത്ര ആണയിട്ട ശബ്ദത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഫനൂദിയ മിനൽ ഖബർ, ഖബറിന്റെ അകത്ത് നിന്ന് വിളി കേട്ടു, അന്നഹു ഖദ് ഗുഫിറ ലഹു, അദ്ദേഹത്തിന് പൊറുക്കപ്പെട്ടിരിക്കുന്നു, പൊറുക്കപ്പെട്ടിരിക്കുന്നു, ഖദ് ഗുഫിറ ലക് എന്ന്. ആരാ പറയുന്നത്? അള്ളാന്റെ റസൂലിന്റെ വീട്ടിലിരുന്ന് ഈ സംഭവം കാണുന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലിയാറെ തൊട്ട് റിപ്പോർട്ടാണ്. ഹാഫിദു സംആൻ റിപ്പോർട്ട് ചെയ്യുന്ന ഈ റിപ്പോർട്ട് അള്ളാഹുവിന്റെ റസൂലിനെ നോക്കി ഇസ്തിശ്ഫാ നടത്തി വഫാത്തിന്റെ ശേഷം ചെയ്യുന്ന സംഭവങ്ങളെ വിമർശിക്കുന്ന 8-ാം നൂറ്റാണ്ടിലെ ഇബ്നു തൈമിയ്യ വരുന്നതിന്റെ 5 നൂറ്റാണ്ട് മുമ്പ് ഹദീസുകളിൽ വിവരിക്കപ്പെട്ട ഈ ഹദീസ് റസൂലുള്ളാഹിന്റെ മരണത്തിന് ശേഷം കണ്ടുചെന്ന ഈ ഗ്രാമീണനായ സ്വഹാബിയുടെ എല്ലാ തൗഹീദും തകർന്നുവെന്ന് ലോകത്താരെങ്കിലും അഭിപ്രായപ്പെട്ട ഒറ്റപ്പെട്ട അഭിപ്രായമെങ്കിലും കാണാൻ കഴിയോ? കഴിയൂല, ഒരഭിപ്രായമല്ല. ഹാഫിദു സംആൻ തന്നെ മറ്റൊരു റിപ്പോർട്ട്, വഅൻ മുഹമ്മദ് ബിൻ ഹർബിനിൽ ബാഹിലി, മുഹമ്മദ് ബിൻ ഹർബിനിൽ ബാഹിലി എന്നവർ പറയുന്നു, അന്നഹു ഖാൽ ദഖൽതുൽ മദീന, ഞാൻ മദീനത്ത് വന്നു, ഫന്തഹൈതു ഇലാ ഖബറിൻ നബി, ഞാൻ നബി തങ്ങളുടെ ഖബറിന്റെ അരികിലെത്തി, ഫൈദാ അറാബിയ്യുൻ യൂദു അലാ ബഈരിഹി ഫനാഖഹു വഅഖലഹു, ഒരു അറാബി വന്ന് തന്റെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് അതിനെ കെട്ടിയിട്ടിട്ട് സുമ്മ ദഖല ഇലൽ ഖബർ, എന്നിട്ട് ഖബറിലേക്ക് വന്ന് ഫസല്ലമ സലാമൻ ഹസന വദഅ ദുആഅൻ ജമീല, നല്ല ദുആ, നല്ല സലാം. സുമ്മ ഖാൽ, എന്നിട്ട് അയാൾ പറയുന്നു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്. ജീവിതകാലത്ത് സഹാബി മുഴുവൻ പറഞ്ഞ വാക്ക് നബിയുടെ സവിധത്തിൽ വഫാത്തിന്റെ ശേഷം അതേ വാക്ക് തന്നെ ജീവിച്ചിരിക്കുന്ന വിധം സ്വഹാബി പറയുകയാണ്. ഗ്രാമീണനായ സ്വഹാബി വര്യൻ അല്ലെങ്കിൽ ഗ്രാമീണനായ ഒരു മുസ്ലിം, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ ഖസ്സക ബി വഹയിഹി വഅൻസല അലൈക കിതാബൻ വജമഅ ലക ഫീഹി ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ വഖാല ഫീ കിതാബിഹി വഖൗലുഹുൽ ഹഖ് വലൗ അന്നഹും യളമൂ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പരിഭാഷ, അതേ ആശയം പറയാവുന്ന ഒരേ വാക്ക് ഇദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞു, വഖദ് അതൈതു മുഖിറൻ ബിദുനൂബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, ഞാൻ തങ്ങളെ കൊണ്ട് ഇസ്തിശ്ഫാ നടത്താൻ വേണ്ടി വന്നിരിക്കുന്നു ഇവിടെ തങ്ങളെ സവിധത്തിൽ. പാപിയാൻ, തെറ്റാൻ. ഇർതകബ്തു അലൽ ഖതാ വൈറ ഹസ്രിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. റബീഉൽ അവ്വൽ മാസം, നാളെ തൊട്ട് നമ്മൾ ഓതുന്ന മങ്കൂസ് മൗലിദിലെ വാക്യം, ഒന്നിച്ച് വിമർശിക്കപ്പെടുന്ന വാക്യം, ഇർതകബ്തു അലൽ ഖതാ വൈറ ഹസ്രിൻ വഅദദ്, പാപത്തിനു മേൽ പാപം ഞങ്ങൾ ഇതാ പ്രവർത്തിച്ചിരിക്കുന്നു, എണ്ണമില്ല എണ്ണിയാലൊടുങ്ങാത്ത പാപം. ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായ നബിയെ, എന്റെ യജമാനനായ നബിയെ, അങ്ങയിലേക്ക് ഇതാ അന്യായം പറയുന്നു എന്റെ പാപത്തെ ചൊല്ലി എന്ന്. നമ്മുടെ പാപത്തെ ചൊല്ലി നബിയെ വിളിച്ച് അന്യായം പറയുന്ന ഇതേ അന്യായം പറച്ചിലാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദികാല മുസ്ലിമീങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ പാപം ഇതാ അങ്ങയുടെ മുമ്പിൽ പറയുന്നു. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, തങ്ങളെ കൊണ്ട് ഇസ്തിശ്ഫാ നടത്തുന്നു. വഹുവ മാ വഅദ്, അത് അല്ലാഹു വാഗ്ദാനം ചെയ്തതല്ലേ, അത് സ്വീകരിക്കുമെന്ന്. സുമ്മ ഇൽതഫത ഇലൽ ഖബർ, എന്നിട്ട് അദ്ദേഹം ഖബറിലേക്ക് തിരിഞ്ഞു. ഫഖാൽ, എന്നിട്ടൊരു വാക്ക്, യാ ഖൈറ മൻ ദുഫിനതി ബിൽ ഖാഇ അഅ്ളുമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അഖമു അൻതൻ നബിയ്യുൽ ലദീ തുർജാ ശഫാഅതുഹു ഇൻദ الصراط إذا ما زلت القدم نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. മുഹമ്മദ് ബിൻ ഹർബിനിൽ ബാഹിലി തങ്ങൾ പറയുന്നു, ഈ മണ്ണിനടിയിലാണ് ആ നബിയുടെ അസ്ഥികൂടങ്ങൾ മുഴുവൻ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഏതൊരു അസ്ഥികൂടത്തെ ഈ മണ്ണിൽ മറമാടപ്പെട്ടിട്ടുണ്ടോ മനുഷ്യരിൽ, അവരിൽ വെച്ച് ഏറ്റവും ഉത്തമരായിട്ടുള്ളവരെ, ഫത്വാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അഖമു, ആ പരിശുദ്ധമായ അസ്ഥികളാൽ ഈ കുന്നുകളും ഒട്ടക്കുന്നുകളും ആകമാനം, ഈ മരുപ്രദേശങ്ങൾ ആകമാനം സുഗന്ധപൂരിതമായിരിക്കുന്ന നബിയെ, അന്തൻ നബിയുല്ലദീ തുർജാ ശഫാഅതുഹു, അങ്ങയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് ആശിക്കാൻ പറ്റും.
സിറാത്ത് പാലം കടക്കുമ്പോൾ കാലിടറാതിരിക്കാൻ ഞങ്ങൾ ഇവിടെ ശഫാഅത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു നമ്മുടെ പ്രതീക്ഷ പുലർത്തുമാറാവട്ടെ. നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഈ കവിതകളും ലോകപ്രസിദ്ധമാണ്. ഈ ത്വായകളും നബി തങ്ങൾ വഫാത്തായതിനു ശേഷം നടന്നതാണ്. ഇതേ നടന്ന സംഭവത്തെ ഇമാം ഇബ്നു സബ്ബാഗ് തന്റെ ശാമിലിൽ നിവേദനം ചെയ്തതായിട്ട് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു കസീർ തന്റെ പ്രസിദ്ധമായ തഫ്സീറിൽ 1461 ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാമ ഇബ്നു കസീർ ഹിജറ 8-ാം നൂറ്റാണ്ടിൽ വന്നവരാണെങ്കിലും ഇദ്ദേഹത്തിന്റെ സംഭവം ഉദ്ധരിക്കുന്നത് ഹിജറ 400കളിലുള്ള ഇബ്നു സബ്ബാഗ് എന്നവരെ തൊട്ടാണ്. അന്ന് മുതൽ ഇന്ന് വരെ കിതാബുകൾ കെട്ടുക്കുന്ന ഈ പ്രത്യേക വാക്യങ്ങളും ഇസ്തിശ്ഫാഉം നമ്മുടെ ഇമാമുകൾ മാവറുദി ഇമാം ഹിജറ 450 മരണം, ഖാദി അബു ത്വയ്യിബ് ഹിജറ 450 മരണം. നോക്കണങ്ങള്, ഹിജറ 8-ാം നൂറ്റാണ്ടിൽ 700കളിലാണ് ഇബ്നു തൈമിയ്യ ഇത് പാടില്ല എന്ന് പറഞ്ഞു വരുന്നത്. ഈ 700കളുടെ ആദ്യത്തിൽ വരുന്ന അദ്ദേഹത്തിന്റെ 3 നൂറ്റാണ്ട് മുമ്പ് മരണപ്പെട്ട മഹാന്മാരാണ് നമ്മുടെ ഇമാമുകൾ മാവറുദി, ബഹുമാനപ്പെട്ട ഖാദി അബു ത്വയ്യിബ് എന്നിവരൊക്കെ. ഇത് സുന്നത്താണ്. ഇതേ കവിത ചൊല്ലൽ സുന്നത്താണ്. ഇതേ വാക്യങ്ങൾ ഉച്ചരിക്കൽ സുന്നത്താണ്. ഈ വാക്യങ്ങൾ ഉച്ചരിക്കൽ സുന്നത്താണെന്ന് നമ്മുടെ കിതാബിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ശറഹുൽ മുഹദ്ദബ് 8-274 അദ്കാർ 206 ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾ, നബി തങ്ങളുടെ സ്വഹാബത്തിന് ശേഷമുള്ള താബിയുകൾ, താബിയുകൾക്ക് ശേഷമുള്ള താബിയുകൾ തുടങ്ങിയിട്ടുള്ള മഹാന്മാരെല്ലാവരും ഉദ്ധരിച്ചിട്ടുള്ള ഈ ഇസ്തിശ്ഫാഇന്റെ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം നടന്നിട്ടുള്ളതാണ്. ഈ കാലശേഷം നടന്നിട്ടുള്ളതായ പ്രാർത്ഥനകളെ സംബന്ധിച്ച് ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നടന്ന ഇസ്തിശ്ഫാഇനെ സംബന്ധിച്ചാണ് നമ്മുടെ വഹാബി വിഭാഗത്തിന് പാടില്ല എന്ന് പറയാനുള്ളത്. ആ കാലശേഷം നടന്നത് ബർസഖിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ പറയാം, വഫാത്തിന്റെ ശേഷം നടന്നത് തെളിവില്ല. ഈ തെളിവുകളെല്ലാം ഉദ്ധരിച്ചത് നബിയുടെ വഫാത്തിന്റെ ശേഷമാണ്. നബിയുടെ വഫാത്തിന്റെ 3-ാം നാൾ മുതൽക്ക് സ്വഹാബികൾ തുടങ്ങിവെച്ച അനുസ്യൂതം സഹാബികളും താബികളും താബികളും ആ ഹറമിൽ അള്ളാന്റെ റസൂലിന്റെ ഹുജറ ഷരീഫെങ്കിൽ പോയി പറയുന്ന, ഇന്നും അത് പറയൽ സുന്നത്താണെന്ന് നബി ഇമാമുകളും രേഖപ്പെടുത്തിയതനുസരിച്ച് നമ്മളൊക്കെ പോയി പറയുന്ന ഈ ഇസ്തിശ്ഫാഇന്റെ വാക്യങ്ങൾ തിരുഹളറത്തിൽ പോയി നിന്ന് പറഞ്ഞാൽ, ഇന്ന് കൈയുയർത്തി ഇത് പറഞ്ഞാൽ കയ്യിനടി കിട്ടും. കുറച്ചേരം നിന്ന് ദുആ ചെയ്താൽ നമ്മളെ നീക്കി വലിച്ചു കൊണ്ടുപോകും. വഹാബിസത്തിന്റെ ആളുകൾ, വഹാബിസത്തിന്റെ ശക്തികൾ അവരെ പ്രതിനിധാനം ചെയ്യുന്ന കേരളത്തിലുള്ള ആളുകളാണ് ഇതിൽ ശിർക്കാണ് എന്നും പറഞ്ഞു വരുന്നത്. ഇനി ഇവർ പറയുന്ന ഇസ്തിഗാസയുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനമല്ല ഇസ്തിആദ. ഞാൻ പറയാ, കിതാബു തൗഹീദ് ഉണ്ട് എന്റെ കയ്യിൽ. അതായത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബി എന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ വിധാതാവ്, അതിന്റെ ശരിയായ അടിസ്ഥാനക്കാരൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ തൗഹീദ്. ആ തൗഹീദിലെ ആള് പറയുന്നത് ഇസ്തിഗാസ, ഇസ്തിആദത്ത്, ഇസ്തിആനത്ത് ഇതൊക്കെ ദുആയാണ്. ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്തിആദത്ത് ഇബ്നു കസീർ 369 അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി ഇസ്തിശ്ഫാ നടത്തുന്നതിനെ എതിർക്കുന്ന ഈ ആളുകൾ നബി തങ്ങളോടെന്ന് മാത്രമല്ല, നബി തങ്ങളുടെ കാലശേഷം മഹാത്മാക്കളോട് മുഴുവൻ നടന്ന ഇസ്തിആദത്ത് എന്ന് പറയുന്നതിനെയും ഇസ്തിഗാസയുടെ കൂട്ടത്തിലും ദുആയുടെ കൂട്ടത്തിലും പെടുത്തും. ആ ദുആയുടെ കൂട്ടത്തിൽ പെടുത്തുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലുള്ള ഇസ്തിശ്ഫാ അല്ലേ ഈ പറഞ്ഞോക്കെ. ഇങ്ങനെ പറയുന്നൊരു കൂട്ടരുണ്ട്, നബിനോടാവാം, വേറെ ആരോടും പറ്റൂല. ബദരീങ്ങളെ പറ്റൂല, മമ്പർത്തങ്ങളെ പറ്റൂല, ഫരീദൗലിയാനെ പറ്റൂല, വേറെ മഹാത്മാക്കളെ പറ്റൂല, നബിനോടാവാം. അങ്ങനെ ഒരു കൂട്ടർ ഈ തെളിവൊക്കെ പറഞ്ഞാലോ, അങ്ങനെ പറയുന്നവരുണ്ട്. ഷൗഖാനിയെ പോലുള്ളവരൊക്കെ തവസ്സുൽ ചെയ്യുന്നത് നബിയെ പറ്റി പറ്റും, നബിന്റെ ജാഹു കൊണ്ട് പറ്റും, മറ്റുള്ളവരെ പറ്റി പറ്റില്ല എന്ന് പറയുന്നവരുണ്ട്. അത്തരം ആളുകൾ ശ്രദ്ധിക്കാൻ. ഇസ്തിആദത്ത് എന്ന ഒന്നുണ്ടല്ലോ, ആ ഇസ്തിആദത്തിന്റെ വാചകം ഖുർആൻ പഠിപ്പിച്ച എന്താ ഒന്ന് നോക്കി. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്വീനി വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. പടച്ചവനോട് റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. ഇത് നമ്മളെ ചിലരൊക്കെ ദിക്റാക്കി ചെല്ലുന്നതാണ്. അള്ളാഹ് പറഞ്ഞതുമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനീൻ
97, 98 ആയത്താണിത്. റബ്ബി എന്റെ പടച്ചോനെ അഊദു ബിക നിന്നോട് ഞാൻ കാവൽ തേടുന്നു മിൻ ഹമസാത്തി ശയാത്തീൻ പിശാചുക്കളുടെ ദുർമന്ത്രങ്ങളെ തൊട്ട്. വഅഊദു ബിക പടച്ചോനെ നിന്നോട് ഞാൻ കാവലിന് തേടുന്നു റബ്ബി എന്റെ നാഥ അൻ യഹ്ദുറൂനി എനിക്ക് അവർ സന്നിഹിതരാകുന്നതിനെ തൊട്ട്. അപ്പൊ പിശാചുക്കൾ എനിക്ക് സന്നിഹിതരാകുന്നതിന് തൊട്ടും അവരെന്നോട് ദുർമന്ത്രങ്ങൾ നടത്തുന്നതിന് തൊട്ടും റബ്ബേ നിന്നോട് ഞാൻ കാവലിന് തേടുന്നു എന്ന് ഇസ്തിആദത്ത് നടത്താൻ വേണ്ടി അള്ളാഹു ഖുർആനിൽ പറഞ്ഞ വാചകത്തെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിപ്പിച്ച മറ്റൊരു ഇസ്തിആദത്തിന്റെ വാചകം കൊണ്ട് വ്യാഖ്യാനിക്കുന്നു മുഫസ്സിറുകൾ. റബ്ബി അഊദു ബിക എന്ന് പറയുന്നത് പോലെ തന്നെ ഇസ്തിആദത്തിന്റെ മറ്റൊരു വാചകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ച വാചകം എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന ഹദീസ് അൻ അംരി ബിൻ ശുഐബ് ബിൻ നബീഹി അൻ ജദ്ദിഹി, അതായത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഖാൽ അദ്ദേഹം പറയുന്നു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനാ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിക്കുമായിരുന്നു കലിമാത്തിൻ ചില വാചകങ്ങൾ യഖൂലുഹുന്ന ഇൻദൻ നൗമി മിനൽ ഫസഅ ഉറക്കത്തിന്റെ നേരത്ത് ഞെട്ടിപ്പേടിക്കുന്നതിൽ നിന്നും ഞെട്ടലുണ്ടാകുന്നതിൽ നിന്നും പേടിച്ച് നിലവിളി ഉണ്ടാകുന്നതിൽ നിന്നുമൊക്കെ കാക്കാൻ നബി തങ്ങൾ പറയാൻ പഠിപ്പിച്ചു എന്ന ഏതാനും വാചകം. എന്താ വാചകം? ബിസ്മില്ലാഹി അഊദു ബികലിമാത്തില്ലാഹി താമ്മതി മിൻ വലബിഹി വഇഖാബിഹി വമിൻ ശർരി ഇബാദി വമിൻ ഹമസാത്തി ശയാത്തീനി വഅൻ യഹ്ദുറൂൻ. നബി തങ്ങൾ പഠിപ്പിച്ച വാചകം. അപ്പൊ വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീനി വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ എന്ന് അല്ലാഹുവിനോട് കാവലിനെ തേടാനുള്ള വാചകം ചൊല്ലിച്ചുകൊണ്ട് അല്ലാഹു തആല തഅവ്വുദിനെ പഠിപ്പിച്ചു എന്ന വാചകത്തെ പോലെ തന്നെ മറ്റൊരു തഅവ്വുദിന്റെ വാചകവും നബി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ വാചകം? അഊദു ബികലിമാത്തില്ലാഹി താമ്മ, അല്ലാഹുവിന്റെ സമ്പൂർണരായ വചനങ്ങളോട് ഞാൻ കാവലിനെ തേടുന്നു. മിൻ ഇഖാബിഹി പടച്ചോന്റെ ശിറിൽ നിന്ന്, പടച്ചോന്റെ ഇഖാബ് ശിക്ഷയിൽ നിന്ന്, മിൻ വലബിഹി പടച്ചോനിൽ നിന്ന് വരുന്ന അവന്റെ ശിക്ഷയിൽ നിന്ന്, വമിൻ ശർരി ഇബാദിഹി അവന്റെ അടിയങ്ങളിൽ നിന്ന് വരുന്ന ശർറുകളെ തൊട്ട്, വമിൻ ഹമസാത്തി ശയാത്തീൻ പിശാചുക്കളുടെ ദുർമന്ത്രങ്ങളെ തൊട്ടും, വഅൻ യഹ്ദുറൂൻ അവരെനിക്ക് സന്നിഹിതരാവലിനെ തൊട്ടും. അപ്പൊ റബ്ബിനോട് പിശാചിന്റെ ദുർമന്ത്രങ്ങളെ തൊട്ട് കാവലിനെ തേടും പോലെ റബ്ബിന്റെ കെലിമാത്തുകളോട് കാവലിനെ തേടുന്ന വാചകം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന ഈ വാചകത്തെ ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്നത് അബ്ദുല്ലാഹ് ഇബ്നു അംർ എന്നവർ പറയുന്നത് തന്റെ പൗത്രനായ ശുഐബ് വിവരിച്ചിട്ട് പറയുന്നു, ഖാന അബ്ദുല്ലാഹ് ഇബ്നു അംരിൻ എന്റെ ഉപ്പാപ്പ അബ്ദുല്ലാഹ് ഇബ്നു അംർ എന്നവരായിരുന്നു, യുഅല്ലിമുഹാ മൻ ബലഗ മിൻ വലദിഹി തന്റെ കുട്ടികളിൽ നിന്ന് പ്രായം വന്നവർക്ക് ഇത് പഠിപ്പിക്കും, അൻ യഖൂലഹാ ഇൻദൻ നൗമി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലാന്, വമൻ കാന മിൻഹും സഗീറ അവരിൽ നിന്ന് ചെറിയവരായിട്ടുള്ളവരാണെങ്കിൽ ലാ യഖിലു വിവേകവും പഠിക്കാനും പറ്റാത്തവരാണെങ്കിൽ, അൻ യഹ്ഫിളഹാ പഠിക്കാൻ, അൻ യഹ്ഫളഹാ അത് മനപ്പാഠം ഇടാൻ പറ്റാത്തവരാണെങ്കിൽ, കതബഹാ ലഹു ആ കുട്ടിക്ക് അദ്ദേഹം ഇതിനെ എഴുതും, ഫഅല്ലഖഹാ ഫീ ഉനുഖിഹി എന്നിട്ട് കഴുത്ത് കെട്ടിക്കൊടുക്കും, ഉറുക്ക് കെട്ടിക്കൊടുക്കും. വറവാഹു അബൂ ദാവൂദ വതുർമുദി വന്നസായി ഇമാം തുർമുദിയും നസായിയും അബൂ ദാവൂദും ഒക്കെ ഇതിന് നിവേദനം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു കസീർ തന്റെ തഫ്സീർ 247 മൂന്നാം ജുസ് അത്രയും ഭാഗത്ത് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ള ഭാഗം ഒരു ഇസ്തിആദത്തിന്റെ ഭാഗം കെലിമാത്തിനോട് ഇസ്തിആദത്തിന്റെ ഭാഗമാണ്. ഈ കെലിമാത്തിനോടുള്ള ഇസ്തിആദത്തിന്റെ ഭാഗം ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവർകൾ വിവരിക്കുന്നു. എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ കലിമാത്തുല്ലാഹിയോട് ഇസ്തിആദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ഇമാം റാസി റളിയല്ലാഹു അൻഹു തങ്ങൾ വിവരിക്കുന്നു. അതിനർത്ഥം മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, അള്ളാന്റെ വിശുദ്ധ ഖുർആനിലും ഹദീസുകളും പരിശോധിച്ചാൽ വഅലം അന്ന ഹാദാ വറദ ഫിൽ ഖുർആനി വൽ അഖ്ബാരി അലാ വജ്ഹൈൻ ഹദീസുകളും ഖുർആനിലും കൂടി പരതിയാൽ രണ്ട് വിധം വന്നിട്ടുണ്ട് ഇസ്തിആദത്ത്. അഹദുഹുമാ അൻ യുഖാല അഊദു ബില്ലാഹ് ഒന്ന് അള്ളാഹ്നോട് കാവലിനെ തേടുന്നു എന്ന് പറയുക, വസാനിയ യുഖാല അഊദു ബികലിമാത്തില്ലാഹ് മറ്റൊന്ന് കലിമാത്തുള്ളയോട് കാവലിനെ തേടുന്നു എന്ന് പറയാ. അഊദു ബില്ലന്റെ വിവരണം ഞാൻ ഇൻഷാ അല്ലാഹ് പറയുന്നു. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി എന്നതിന്റെ വിവരണം മഹാനവർകൾ സുദീർഘമായി വിവരിച്ചിട്ട് പറയുന്നു, ഫഖൗലുഹു ഇസ്തിആദത്തു അഊദു ബില്ലാഹി അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത്
സമ്പൂർണമായ അള്ളാഹുവിന്റെ കലിമാത്ത് കൊണ്ട് ഞാൻ കാവലിനെ തേടുന്നു എന്ന വാചകത്തിന്റെ അർത്ഥം ഇസ്തിആദത്തും മിനൽ അർവാഹിൽ ബശരിയ, മനുഷ്യാത്മാക്കളിൽ നിന്നുള്ള കാവലിനെ ചോദിക്കലാണ്. ബിൽ അർവാഹിൽ ആലിയത്തിൽ മുഖദ്ദസത്തി ത്വാഹിറത്തി ത്വയ്യിബ, പരിശുദ്ധാത്മാക്കളോടും ഉന്നതാത്മാക്കളോടും മഹാത്മാക്കളോടും കാവലിനെ തേടലാണ്. ഫീ ദഫ്ഇ ശുറൂരിൽ അർവാഹിൽ ഖബീസത്തിൽ ളുൽമാനിയത്തിൽ കദിറ, ളുൽമാനിയായ കലർപ്പുള്ളതായ ദുഷിച്ച ആത്മാക്കളായ ശൈത്വാന്മാരുടെ ശർറുകളെ തടുക്കുന്നതിൽ. ഫൽ മുറാദു ബി കലിമാത്തില്ലാഹി താമ്മാത്ത്, അപ്പോൾ കാവലിനെ തേടാൻ വേണ്ടി നബി പഠിപ്പിച്ച ഹദീസിലെ ഈ കലിമാത്തുല്ലാഹി താമ്മാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശ്യം തിൽക്കൽ അർവാഹുൽ ആലിയതു ത്വാഹിറ, ഈ പരിശുദ്ധാത്മാക്കളാണ്, മഹാത്മാക്കളാണ്. അപ്പൊ അഊദു ബില്ലാഹി എന്ന അള്ളാഹുവിനോട് കാവലിനെ തേടും പോലെ അഊദു ബി കലിമാത്തില്ലാഹി, മഹാത്മാക്കളോട് കാവലിനെ തേടുന്നു എന്ന് കാവലിനെ തേടാൻ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. ഇത് ഷാസി വിവരിക്കുന്നുമുണ്ട്. എന്തിനാണിത്? സാധാരണക്കാരായ ആളുകൾ പിശാച്ചിനെ ഭേദിക്കാനും പിശാച്ചിന്റെ ശർറ് തടുക്കാനും പിശാച്ചിനേക്കാൾ ശക്തിയുള്ള മറ്റൊരു കാരണം കിട്ടുമെന്ന് നോക്കും. അങ്ങനെയുള്ള നമ്മള് ഏറ്റവും ഉപദ്രവകാരിയായ ഒരു ശക്തി വന്നാൽ ആ ശക്തിനെ തടുക്കാൻ അതിന്റെ ബദലുള്ള മറ്റൊരു ശക്തി കിട്ടുമെന്ന് നോക്കും. അത് നോക്കുന്ന സാധാരണക്കാരുടെ മനസ്സിലേക്ക് പൈശാചിക ഉപദ്രവത്തിൽ നിന്ന് കാക്കാൻ പറ്റുന്ന ശക്തി പരിശുദ്ധാത്മാക്കളും മഹാത്മാക്കളുമാണ്. അപ്പൊ മഹാത്മാക്കളുടെ കൂട്ടുപിടിച്ചിട്ട് സഹായം പിടിച്ചിട്ട് അവരോട് കാവലിനെ തേടിയാൽ അവർ നൽകുന്ന സഹായം കൊണ്ടും അവർ ചെയ്യുന്ന സേവനം കൊണ്ടും അവരുടെ ശഫാഅത്ത് കൊണ്ടും അവരെ മാനിച്ച് അള്ളാഹു കാണിക്കുന്ന പ്രവൃത്തികൾ കൊണ്ടും പിശാചുക്കളിൽ നിന്ന് കാവൽ കിട്ടും. നേരെ മറിച്ച് ഈ മഹാത്മാക്കളുടെ ശ്രദ്ധ വിട്ട് അല്ലാ 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 എന്ന ശ്രദ്ധയിലാണെങ്കിൽ അല്ലാ അല്ലാ എന്നുള്ള ശ്രദ്ധയിൽ തന്നെ ദുആ ചെയ്താൽ മതി. ഇനി അല്ലാ അല്ലാ എന്ന ശ്രദ്ധയിൽ ഇരുന്നതിൽ വിട്ട് തെന്നെപ്പോലും മറക്കുന്ന വിധിയിൽ വിട്ട് വെറും അല്ലാ അല്ലാ അള്ളഹാനോട് തേടുക എന്നും ഒന്നും വരാത്തവരാണെങ്കിൽ അവർ തേടും വേണ്ട, പ്രാർത്ഥിക്കും വേണ്ട, ഒന്നും വേണ്ട, പടച്ചവനിൽ അർപ്പിച്ചിരുന്നാൽ മതി. ഇത് വിശദമായി ഇമാം റാസി തന്റെ തഫ്സീറിന്റെ 1-ാം വാള്യത്തിൽ തന്നെ 71-72 പേജിൽ വിവരിച്ചിട്ടുണ്ട്. ഹിജ്റ 606 മരണപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി, ഹിജ്റ 505 മരണപ്പെട്ട ഇമാം ഗസാലി എന്നിവരൊക്കെ മഹാത്മാക്കളോട് കാവലിനെ തേടാനും മഹാത്മാക്കളുടെ സവിധത്തിൽ ചെല്ലാനും മഹാത്മാക്കളുടെ സഹായം തേടാനും ആ സഹായം തേടുന്നതിനെയാണ് ഇസ്തിംദാദെന്നും ആ തേടൽ പ്രകാരം അവർ ചെയ്യുന്ന സഹായത്തെ ശഫാഅത്ത് എന്നാണ് പറയുക എന്നും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അർത്ഥശങ്കക്കിടമില്ലാതെ യുക്തിയുക്തമായി സുഭദ്രമായി സ്ഥാപിച്ചുകൊണ്ടുള്ള ഉദ്ധരണി ഞാൻ നേരത്തെ വായിച്ച അൽ മദ്മൂൻ അലാ അഹ്ലി വൈരിഹി അലാ വൈരി അഖിലിഹി എന്ന ഗ്രന്ഥത്തിന്റെ അവസാന പേജിൽ വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഇത്രയും വിശദമായി വിവരിച്ചിട്ട് നമ്മുടെ നബിമാരും നമ്മുടെ അമ്പിയാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിവരിക്കുന്ന ഈ വ്യാഖ്യാനം, നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള മഹാത്മാക്കളോടുള്ള കാവലിനെ തേടൽ പോലുള്ളതൊക്കെ അവരോടുള്ള പ്രാർത്ഥനയാണ്, അവരോടുള്ള ഇബാദത്താണ്, അവരോടുള്ള ശിർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹുദൈവ വിശ്വാസികളാക്കാൻ പോകുന്ന ആളുകൾക്ക് ഇസ്തിഗാസ എന്ന പേരിലോ ഇസ്തിആദത്ത് എന്ന പേരിലോ അല്ലാഹുവല്ലാത്തവരോട് നടത്തുന്നതിനെ ശിർക്കാണെന്ന് പറയാനോ വേണ്ട, അത് പാടില്ലെന്ന് പറയാനോ ഒരു തുണ്ട് ഹദീസിന്റെ കിതാബിന്റെ കണ്ടം പോലും ഒരായത്തിന്റെ കഷ്ണം പോലും ഇന്നുവരെ ഓതാൻ സാധിച്ചിട്ടില്ല. ഒറ്റൊന്ന് കാര്യമായി പറയാറുള്ളത് എന്താണെന്നറിയോ? ഒരു ഹദീസുണ്ട്. ഈ ഹദീസാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്റെ തൗഹീദിൽ വിവരിച്ചത്, അദ്ദേഹത്തിന്റെ പൗത്രന്മാർ അതിന്റെ വ്യാഖ്യാനത്തിലും ഉദ്ധരിച്ചത്. റാസി ഇബ്നു കസീർ 369. ഏതാ ഹദീസ് എന്നറിയോ? ഇന്നഹു ലാ യുസ്തഗാസു ബി ഇന്നമാ യുസ്തഗാസു ബില്ലാഹ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇന്നഹു ലാ യുസ്തഗാസു ബി ഇന്നമാ യുസ്തഗാസു ബി റബ്ബി 169. ഈ ഒരൊറ്റ ഹദീസ്. ബാക്കി എളുപ്പ. ഇന്നഹു ലാ യുസ്തഗാസു ബി, എന്നോട് ഇസ്തിഗാസ നടത്തപ്പെടാൻ പറ്റൂല. ഇന്നമാ യുസ്തഗാസു ബി റബ്ബി, എന്റെ റബ്ബിനോടാണ് ഇസ്തിഗാസ നടത്തുക. ഈ ഒരൊറ്റ വാക്യമാണ് ആകെ ഇസ്തിഗാസനെ നബി എതിർത്തു എന്ന് പറയാൻ ഒരു ഹദീസായിട്ടൊരു മൊഴി ഉദ്ധരിക്കുന്നത് കിതാബു തൗഹീദ് എന്ന് പറഞ്ഞാൽ. ബാക്കിയൊക്കെ ആയത്തിന്റെ ദുർവ്യാഖ്യാനാണ്. ദുആ 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 എന്നറിയുന്ന വാക്ക്. ദുആന്റെ അർത്ഥം ഞാനിവിടെ തുടക്കത്തിലേ പറഞ്ഞു. അള്ളാഹുവിനല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നതിനെ കുറിച്ച് ആ ഖുർആൻ ദുആ എന്ന് പറഞ്ഞത് ഒന്ന്. അല്ലെങ്കിൽ അല്ലാഹുവല്ലാത്തവരെ ഇലാഹെന്ന് വിളിക്കുക എന്നാണ് ദുആ എന്നതിന്റെ അർത്ഥമെന്ന് ഇബ്നു ജരീർ തബരി തുടങ്ങിയിട്ടുള്ള മിക്ക ഖുർആൻ വ്യാഖ്യാതാക്കളും വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാഹുവല്ലാത്തവരെ ഇലാഹാക്കി വിളിക്കുക എന്ന ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സ്വന്തം വാദത്തിനൊപ്പിച്ചിട്ട് സമർത്ഥിക്കുന്നത് പോക്കിയാൽ നടാടെ ഒരു വാക്യം ഹദീസായി തുണ്ടുദ്ധരിക്കുന്നത് ഈ ഒരൊറ്റ വാക്കാ. ഈ വാക്യത്തെക്കുറിച്ച് ഞാനൊന്ന് പറയാം. ഏതാണ് സന്ദർഭം, എന്താണ് ഈ വാക്യമെന്ന്. അപ്പൊ തിരിയാലോ എത്ര വിദണ്ഡമാണ് ഈ വാദമെന്ന്. ഇബ്നു അബി ഹാത്തിം നിവേദനം ചെയ്യുന്ന ഹദീസും തൊബ്രാനി നിവേദനം ചെയ്യുന്ന ഹദീസുമാണിത്.
ഞാൻ ഇബ്നു അബി ഹാത്തമിന്റെ നിവേദനമാണ് ഈ റാസിയിൽ നിന്ന് വായിക്കുന്നത്. ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു തങ്ങളുടെ സമീപത്തെത്തിയ ഒരാൾ പറയുന്നു, യഖൂൽ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട്. എന്താ സംഭവം? തുടക്കം വായിച്ചാലേ ഈ ഹദീസ് തിരിയുള്ളൂ. കുന്നാഫിൽ മസ്ജിദി, ഞങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയാണ്. വമഅനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വമഅനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് എന്നവരും ഞങ്ങളുടെ കൂടെയുണ്ട്. യഖറഉ ബഅദൽ ഖുർആൻ, മൂപ്പർ ഖുർആൻ ഓതുക. ഫജാഅ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, അപ്പോൾ പ്രസിദ്ധ മുനാഫിഖായ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് കടന്നു വന്നു. വമഅഹു നംറഖത്തുൻ വസർബിയത്തുൻ ഫവളഅ വത്തഖഅ വകാന സ്വബീഹൻ ഫസീഹൻ ജദിലൻ, വലിയ താർക്കികനാണ് അയാൾ. അയാൾ ഒരു പുതപ്പും ബക്കാണെല്ലാം കൂടി കൂട്ടിപ്പിടിച്ചിട്ട് വന്നിട്ട് ഇരുന്നിട്ട് പറഞ്ഞു, ഫഖാൽ യാ അബൂബക്കർ ഖുൽ ലി മുഹമ്മദ് യഅ്തീനാ ബിആയ കമാ ജാഅ അൽ അവ്വലൂൻ, പണ്ടുള്ള നബിമാർ കൊണ്ടുവന്നതുപോലെ വല്ല ദൃഷ്ടാന്തവും മുഹമ്മദ് കൊണ്ടുവരട്ടെ. നോക്കണമെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ദുഷ്ടനാണ്, മുനാഫിക്കാണ്, നബിന്റെ കൂടെ കൂടിയ മുസ്ലിമാ, പുറത്തുപോയ മുശ്രിക്കീങ്ങളുടെ കൂടെ. ആ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് പറയാ അബൂബക്കർ സിദ്ദീഖിനോട്, മുൻഗാമികൾ കൊണ്ടുവന്ന മാതിരി വല്ലതും കൊണ്ടുവരട്ടെ. ജാ മൂസാ ബിൽ അൽവാഹി, മൂസാ നബി അൽവാഹായിട്ട് വന്നില്ലേ അള്ളാന്റെ അടുത്ത് പോയിട്ട്? അത് നല്ല ഗോമേതകത്തിന്റെ നല്ല അൽവാഹുമായിട്ട് ആ തൗറാത്ത് കൊണ്ടുവന്നത്. വജാ ദാവൂദ് ബി സബൂരി, ദാവൂദ് സബൂർ കൊണ്ടുവന്നില്ലേ? വജാ സ്വാലിഹും ബിൻ നാഖത്തി, സ്വാലിഹ് നബി ഒട്ടകം കൊണ്ടുവന്നില്ലേ? വജാ ഈസാ ബിൽ ഇഞ്ചീലി, ഈസാ നബി ഇഞ്ചീലും വബിൽ മായിദത്തി, ഭക്ഷണത്തളിക്കും കൊണ്ടുവന്നില്ലേ? അവൻ എന്റെ മുഹമ്മദ് വല്ലതും കൊണ്ടട്ടെ. ഇത് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് പറഞ്ഞപ്പോ മുസ്ലിങ്ങളിൽപ്പെട്ട മനുഷ്യനല്ലേ പുറത്ത്, അയാൾ ഇത് പറഞ്ഞപ്പം അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ അപ്പളാ തന്റെ റൂമിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്നത് കണ്ടത്. ഫഖാല അബൂബക്കർ, ഇത് കണ്ടപ്പോ അബൂബക്കർ എന്നവർ പറഞ്ഞു, ഖൂമു ഇലാ റസൂലില്ലാ നസ്തഗീസു ബിഹി മിൻ ഹാദൽ മുനാഫിഖി, ഇവിടുന്ന് നീക്കി എല്ലാവരും, നമ്മൾ ഈ മുനാഫിക്കിനെ തൊട്ട് അള്ളാന്റെ റസൂലിനോട് സഹായം തേടാ, ഇവന്റെ ഷർറൊന്ന് തീർക്കണം എന്ന് അള്ളാന്റെ റസൂലിന്റെ ഹദറത്തിൽ വെച്ചിട്ട് നസ്തഗീസു ബിഹി മിൻ ഹാദൽ മുനാഫിഖി എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹ്, അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇന്നഹു ലാ യുഖാമു ലി ഇന്നമാ യുഖാമു ലില്ലാഹി അസ്സ വജൽ, അതിന് എന്റെ അടുത്തേക്ക് നീച്ചിട്ട് ഫലല്ല, അതിന് അള്ളാനൊക്കെ നീക്കേണ്ടത്. അള്ളയാണ് ഇവനെ കൊല്ലാൻ പറ്റൂല എന്ന് പറഞ്ഞത്. ഈ മുനാഫിക്കിനെ കൊല്ലാൻ പറ്റൂല എന്നും മുസ്ലിമീങ്ങളുമായി പെരുമാറണമെന്നും പഠിപ്പിച്ചത് അള്ളയാണ്. അതിന് അള്ളാന്റെ അടുത്ത് നീച്ച് പറഞ്ഞിട്ടേ രക്ഷുള്ളൂ, ഇന്നോടത് പറഞ്ഞിട്ട് ഫലല്ല എന്നാ ഇബ്നു അബി ഹാത്തമിന്റെ നിവേദനം. ഇന്നമാ യുഖാമു ഇലാ റബ്ബി ലാ യുഖാമു ലി, എന്റെ അടുത്തേക്ക് എഴുന്നേൽക്കാൻ പാടില്ല, അള്ളാന്റെ അടുത്തേക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞ ഇബ്നു അബി ഹാത്തമിന്റെ നിവേദനത്തെ തൊബ്രാനിയിലുള്ളത് ഇന്നമാ യുസ്തഗാസു ബി റബ്ബി ഇന്നഹു ലാ യുസ്തഗാസു ബി, ഈ മുനാഫിക്കിന്റെ കാര്യത്തിൽ എന്നോട് സഹായം തേടിയിട്ട് ഫലല്ല, അള്ളാഹിനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അള്ളയാ കൊല്ലണ്ടെന്ന് പറഞ്ഞത്. ഈ ഒരു വാചകത്തെടുത്തിട്ട് മരിച്ചോലോട് സഹായം തേടാൻ പാടില്ല, മരിച്ചോലോട് ഇസ്തിഗാസ തേടാൻ പാടില്ല എന്നതിന് വല്ല തുണ്ടും എല്ലാ വാക്യവും ഇതിന്റെ ഉള്ളിലുണ്ടോ? ഈ ഹദീസ് മുഴുവൻ ഓതിയാല് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് തോന്നിയാസം പറഞ്ഞപ്പോ ഇവന്റെ ഷർറൊന്ന് തീർക്കാൻ നബിന്റെ അടുത്തൊന്ന് പോകാന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് വന്നിട്ട് ഫലല്ല, ഇതുവരെ നടന്ന മാതിരി തന്നെ നടക്കുള്ളൂ, ബാഹ്യമായി മുസ്ലിമായ വരെ കൊല്ലാൻ പറ്റൂല എന്ന് അള്ളയാ പറഞ്ഞത്, അതുകൊണ്ട് അള്ളഹാനോട് പറഞ്ഞോളീ എന്നാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്. ഇതിന് മരിച്ചതിന്റെ ശേഷം മരിച്ചോലോട് ഇസ്തിഗാസ നടത്താൻ പാടില്ല എന്നാണ് ഇനി ഈ ഹദീസിൽ തെളിവുണ്ട് എന്ന് പറയുന്നവൻ ഈ ഹദീസിന്റെ തലവാചകവും കണ്ടിട്ടില്ല, സാഹചര്യവും കണ്ടിട്ടില്ല, മറ്റു വാദകങ്ങളും കണ്ടിട്ടില്ല, തൊബ്രാനിയുടെ റിപ്പോർട്ടും ശരിക്ക് പഠിച്ചിട്ടില്ല. അങ്ങനെയാണ് നജിദിലെ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അത്തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചത്. ഈ ഒരൊറ്റ ഹദീസല്ലാതെ ലോകത്ത് ഇന്ന് വരെ ഒരാള് ഇസ്തിഗാസ പാടില്ല എന്നതിന് ദുആ എന്ന് പറയുന്ന ഖുർആനിലെ വാക്കല്ലാതെ വേറെ ഉദ്ധരിച്ചിട്ടില്ല. ഇത്തരം ആളുകൾക്ക് വേണ്ടി ഹദീസില്ലാതെ ഉണ്ടാക്കുന്ന അനിതര സാധാരണമായി അനുസ്യൂതമായി സ്വഹാബാക്കൾക്കിടയിലൂടെ താബിയകളിലൂടെ കേരളത്തിൽ ഇസ്ലാം കടന്നു വന്ന ആളുകളിലൂടെ നടന്നു വരുന്ന മഹാത്മാക്കളോടുള്ള സഹായവും കാവലിനെ തേടലും, മഹാത്മാക്കളോടുള്ള ഇസ്തിശ്ഫാ, മഹാത്മാക്കൾ പ്രമാണിച്ച് അള്ളാഹു നൽകാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇത്തരം ചോദ്യങ്ങളെ എതിർക്കാൻ ഖുർആനിൽ ഒരു വചനമില്ല, ഹദീസിൽ ഒരു വചനമില്ല. മധ്യസ്ഥ പ്രാർത്ഥന എന്ന മധ്യസ്ഥന്മാരാക്കി നബിമാരോട് പ്രാർത്ഥിക്കുകയും അവരെ ഇടയാളരാക്കി അള്ളാഹുവിനോട് വാചകം പറയുകയും ചെയ്യുന്ന വഴക്കമൊക്കെ നബിതങ്ങൾ ജനിക്കുന്നതിന്റെ, നബിതങ്ങൾ പിറക്കുന്നതിന്റെ, നബിയാകുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നു വരുന്നുണ്ട് സമൂഹത്തിൽ. എന്നിട്ടും അതിനെ എതിർത്തു വരായത്ത് ഖുർആനിൽ വന്നിട്ടില്ല. ഈ പരമാർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി ഈ കാര്യങ്ങളൊക്കെ വസ്തുതാപരമായി വിലയിരുത്തി
വിലയിരുത്തിയിട്ട് വേണം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. ഇതാണ് തൗഹീദിന്റെ കാതൽ എന്ന വഹാബിസത്തിന്റെ മുദ്രാവാക്യം കേൾക്കാൻ. അതുകൊണ്ട് തന്നെ ഞാനൊന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന വണക്കങ്ങൾക്കും അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്കും അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിക്കുന്ന വിശ്വാസത്തിനും അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുന്നതിനും ദുആ എന്ന് പറയും, പ്രാർത്ഥന എന്ന് പറയും. ആ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്നത് മെൻസസ്, ഋതുരക്തം സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നത് പോലെ അർത്ഥശൂന്യമാണ്. അർത്ഥശൂന്യമായി വാദം പഠിപ്പിക്കാൻ അമ്പിയാക്കന്മാർ വരില്ല. അല്ലെങ്കിൽ പ്രാർത്ഥന എന്നതിന്റെ ഭാഷാർത്ഥം വെറും അപേക്ഷിക്കുക എന്നാണ്. അപേക്ഷിക്കുക എന്നാൽ താഴെയുള്ളവർ മേലെയുള്ള ഉന്നതന്മാരോട് പറയുന്നതൊക്കെ അപേക്ഷയാണ്. അപ്പോൾ ഗുരുവര്യന്മാരോട് അപേക്ഷ, മാതാപിതാക്കളോട് അപേക്ഷ, മഹാത്മാക്കളോട് അപേക്ഷ, ഔലിയാവിനോട് അപേക്ഷ, അമ്പിയാക്കളോട് അപേക്ഷ. ഇത്തരം അപേക്ഷ അവരുടെ ജീവിതകാലത്തും നടന്നിട്ടുണ്ട്, വഫാത്തിന് ശേഷവും നടന്നിട്ടുണ്ട്, ഇനി നാളെ ആഖിറത്തിൽ നടക്കുകയും ചെയ്യും. ഇതിന് പേരെന്ത് വെച്ചാലും ഇത് അനുവദനീയമാണെന്ന് മാത്രമല്ല, ഇത് സലഫു സ്വാലിഹീങ്ങളുടെ ചര്യയാണ്, സ്വഹാബത്ത് നടത്തി തന്ന മാതൃകയാണ്, സ്വഹാബാക്കളുടെ നിന്ന് വരുന്നതാണ്. വിദഗ്ധ പ്രതിസന്ധി വേളകളിലും അതുപോലുള്ള വിഷമവേളകളിലും യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നത് പോലുള്ള വിളികൾ, ബദരീങ്ങളെ, മുഹയ്യദ്ദീൻ ഷെയ്ഖ് എന്നിങ്ങനെയുള്ള വിളികൾ, അതും ഹദീസുള്ളതാണ്, പ്രമാണങ്ങളുള്ളതാണ്. ഇതിനടിസ്ഥാനപ്പെടുത്തി മുസ്ലിം ലോകത്ത് അനുസ്യൂതം തുടർന്നു വന്ന ഇത്തരം സത്ക്രമങ്ങളെയും നടപടികളെയും ഇത്തരം വാചകങ്ങളെയും അപേക്ഷകളെയും ഒക്കെ ശിർക്ക് എന്ന് മുദ്രകുത്തി ലോകത്തെ മുസ്ലിമീങ്ങളെ, കഴിഞ്ഞകാല മുസ്ലിമീങ്ങളെ, ഇമാം ഗസാലിയെ, ഇമാം റാസിയെ, ഇമാം നവവിയെ പോലുള്ള ബഹുമാനപ്പെട്ട ഇമാമുകളെ മുശ്രിക്കാക്കുവാനുള്ള ധാർഷ്ട്യം അത് കുറച്ചൊന്നും അപകടകരമല്ല, വളരെ 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 അപകടകരമാണ്. അത്തരം അപകടകരമായ വാദത്തിലേക്ക് നമ്മെ നയിക്കുന്ന, അത്തരം ചിന്തകളിലേക്ക് നയിക്കുന്ന ദുശ്ശക്തികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവരിൽ നിന്നും ഈ ദീനിനെ അള്ളാഹു തആല സംരക്ഷിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് ദഅവ ഫാക്കൽറ്റി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള വിഷയാവതരണമാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. ഈ വിഷയാവതരണത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പുത്തൻ അറിവുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. ഒരുപാട് സംശയങ്ങൾ ഇതിനകം തന്നെ ദൂരീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രചണ്ഡമായ പ്രഖ്യാപനവുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന പുത്തൻ പരീക്ഷകരുടെ ഈ വാക്കിന്റെ പ്രയോഗം തന്നെ തെറ്റാണെന്നും ഭാഷാപരമായും വേദശാസ്ത്രപരമായും യാതൊരു നിലനിൽപ്പുമില്ലാത്തതാണ് പ്രസ്തുത പ്രയോഗമെന്നും ഇവിടെ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ പഠനവും കൂടുതൽ അന്വേഷണവും ഓരോ മുസ്ലിം സഹോദരന്മാരിൽ നിന്നും ഉണ്ടാകണം എന്നും അറിയിക്കുകയാണ്. വിഷയാവതരണത്തിന്റെ ശേഷം ഇനി ഈ ഭാഗത്ത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധേയമായിട്ടുള്ളത് നേർക്കുനേരെയുള്ള ചോദ്യോത്തരമാണ്. നേർക്കുനേർ എന്നതാണ് നമ്മുടെ ഈ വിഷയത്തിന്റെ പേര് തന്നെ. അക്ഷരാർത്ഥത്തിൽ ഇതൊരു നേർക്കുനേർ തന്നെയാണ്. നിങ്ങളുടെ കൈവശം ഈ വിഷയം കേട്ട നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, സംശയം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കയ്യിലേക്ക് മൈക്ക് കൊടുത്ത് അവരുടെ സംശയം തീരുന്നതുവരെ അവസരം കൊടുക്കുന്ന നല്ല അതിശക്തമായ ആർജവത്തോടുകൂടെയുള്ള പരിപാടിയാണ് IDF ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ഇവിടെ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും ആദ്യമായി വിനയത്തോടെ ഒന്നുണർത്തട്ടെ. ചോദ്യം വളരെ ആരോഗ്യകരമാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചോദ്യത്തിൽ പ്രസക്തി ഉണ്ടാകണം എന്ന് മാത്രം. നമ്മുടെ വിലപ്പെട്ട സമയം വെറുതെ വിലയില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് നഷ്ടപ്പെടുത്താതെ പ്രസക്തമായ ചോദ്യവുമായി ഈ സദസ്സിനെ നേരിടാൻ തയ്യാറാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏകദേശം വളരെ പ്രസക്തമായ ചോദ്യം തന്നെ, കരുതിക്കൂട്ടിയുള്ള ചോദ്യം തന്നെ ഈ സദസ്സിൽ നിന്നും ഉണ്ടാകും എന്ന് മുൻകൂട്ടി തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ എറണാകുളം ജില്ലയിലെ ഒട്ടുമിക്ക സുന്നികളല്ലാത്തവരുടെ പള്ളികളിലും സുന്നികളെ മുശ്രിക്കുകളാക്കുന്ന സംഘടനാ പ്രതിനിധികളെയും അവരുടെ നേതാക്കന്മാരെയും അവരുടെ സ്ഥാപനങ്ങളെയും നേർക്ക് നേരിൽ തന്നെ ചെന്ന് കണ്ട് ക്ഷണിച്ച IDFന്റെ പ്രവർത്തകരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും പരിപാടിയിൽ പങ്കെടുക്കണമെന്നും ഇത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ അതുമിതും പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നും ഞങ്ങളുടെ അപേക്ഷ ഒരുപക്ഷെ അവർ സ്വീകരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അവർ പരിപാടിയിൽ വന്നിട്ടുണ്ടാകും, അവർ പങ്കെടുക്കണം, അവരിത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം ഈ സദസ്സിൽ വെച്ച്
പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം ഒരു 1-2 ആഴ്ച കാലത്തെ IDF-ന്റെ ഈ നേർക്കുനേറുമായുള്ള പ്രചരണ പരിപാടിയുമായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിക്കാൻ ഇടവന്നപ്പോൾ സുന്നികളല്ലാത്ത ഒരുപാട് സംഘടനാ നേതാക്കന്മാരുമായി നേരിട്ട് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. ആ അവസരങ്ങളിൽ മുഴുവനും ഞങ്ങൾ ഒരു കാര്യം തീർത്ത് ഉറപ്പിച്ച് ആർജവത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്ക് വേഗം കഴിയും. ആർജവവും തന്റേടവും ചങ്കൂറ്റവും ഉണ്ടെങ്കിൽ കേരളത്തിലെ ഉത്തരവാദിത്വപ്പെട്ട പണ്ഡിതന്മാരുടെ മുന്നിൽ നേർക്ക് നേരെ വരാൻ നിങ്ങൾ തയ്യാറാകണം. അത് തയ്യാറാകാത്തിടത്തോളം കാലം അവിടെയും ഇവിടെയും കവലപ്രസംഗം നടത്തി പാവപ്പെട്ട സുന്നികളെ ഇനിയും നിങ്ങൾ മുശരിക്കാക്കരുത്. അങ്ങനെ ഒരു ശ്രമം നിങ്ങളിൽ ഉണ്ടായാൽ IDF-ന്റെ പ്രവർത്തകർ നിങ്ങൾ വഴിയോരങ്ങളിൽ പിടിച്ചു കെട്ടും എന്നുവരെ ഞങ്ങൾ അവരോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, പണ്ഡിതന്മാരുമായിട്ടുള്ള നേർക്ക് നേരെയുള്ള കിതാബുകൾ വെച്ച് ആധികാരിക രേഖകൾ വെച്ച് പരിശോധിച്ചിട്ടുള്ള ഒരു സംവാദത്തിന്, പരസ്യമായ സംവാദത്തിനാണെങ്കിൽ ഈ സംഘം എന്നും ഒരു ചുവട് മുന്നിലുണ്ടാകും. അതിന് വേണ്ടപ്പെട്ട മുഴുവൻ സംഘടനാ പ്രതിനിധികൾക്കും IDF-ന്റെ ഫോൺ നമ്പറും ബന്ധപ്പെടേണ്ട വിലാസവും ഇതിനകം കൈമാറ്റം ചെയ്തിട്ടുണ്ട്, രേഖകൾ കൊടുത്തിട്ടുണ്ട്. അക്കാര്യം ഞാൻ ഇവിടെ വച്ചും നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ്. ഇക്കൂട്ടത്തിലെ ഏത് സഹോദരന് വേണമെങ്കിലും ഈ ശ്രമവുമായി മുന്നോട്ട് വരാം, സഹകരിക്കാം, ഒപ്പം നിൽക്കാം. മറ്റൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുവാനുള്ളത്, നമുക്ക് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. ചോദ്യോത്തരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമസ്കരിക്കുവാനും ഭക്ഷണം കഴിക്കുവാനുമുള്ള ഒരു സമയം അസറിന്റെ മുമ്പ് തന്നെ കണ്ടുവേണം കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിച്ചു പോകാൻ. ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ ഇടയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, വളരെ അച്ചടക്കമായിരിക്കണം മുസ്ലിമീങ്ങളുടെ ഈ പരിപാടിയിൽ കണ്ടെത്തേണ്ടത്. ചോദ്യം ചോദിക്കുന്ന ആള് മാത്രം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവരുടെ കൈവശം മൈക്ക് തരും, അവർ ചോദിക്കും. മറ്റുള്ളവര് ഉത്തരം വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം, വേറെ ഒരു വാക്കും സംസാരിക്കരുത്, അച്ചടക്കം പാലിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതേ രൂപത്തിൽ ഇവിടെ നിന്ന് മറുപടി ലഭിച്ചാൽ അംഗീകരിക്കേണ്ടതാണെങ്കിൽ, ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കണം. ഇതൊരു മുക്കാബറയല്ല, മുജാദലയല്ല, വെറുതെ സമയം പാഴാക്കാനുള്ള ശ്രമമല്ല, വെറും വാഗ്വിലാസങ്ങളല്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ, തിരിഞ്ഞാൽ, മനസ്സിലാക്കിയാൽ അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൂടെ ഈ മൈക്ക് കൈമാറാനുള്ള ഒരു വിശാല മനസ്കത കൂടി ചോദ്യകർത്താക്കൾ സ്വീകരിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, എളിമയോടുകൂടെ താഴ്മയോടുകൂടെ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഇവിടെയുള്ള IDF-ന്റെ പ്രവർത്തകർ എണ്ണം കുറഞ്ഞ പ്രവർത്തകരാണ്. ആശയം മാത്രമാണ് കൂടെയുള്ളത്, അതിരറ്റ ആശയങ്ങൾ മാത്രം. അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ട IDF-ന്റെ പ്രവർത്തകരെ ഈ ഇരിക്കുന്ന പണ്ഡിത സമൂഹവും ഈ ഇരിക്കുന്ന സമുദായ നേതൃത്വവും സുന്നി വിശ്വാസികളും സഹായിച്ചാൽ അല്ലാതെ ഈ ശബ്ദം കേരളത്തിന്റെ മുക്കുമൂലകളിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ത്യാഗത്തിന്റെ കഥയാണ് ഇതിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പണ്ഡിതന്മാരോട് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഇസ്ലാമിക് ദഅ്വ ഫാക്കൽറ്റി എന്നത് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന യാതൊരു സംഘടനകളോടും വിധേയത്വവും വിരോധവും വെച്ചു പുലർത്താത്ത ഒരു സ്വതന്ത്ര സംഘടനയാണ്. എല്ലാ സംഘടനകളിലും പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരാണ് IDF-ൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറുസുന്നയിൽ നിന്ന് MD ബിരുദം നേടിയവരുടെ കൂട്ടായ്മയാണ് IDF എന്നെല്ലാവർക്കും ഇതിനകം തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് IDF-ന്റെ ഈ പരിശ്രമവും ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് സഹായിക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒപ്പമുണ്ടാകണം. വളരെ സന്തോഷത്തോടുകൂടെയാണ് ഇവിടെ നിൽക്കുന്നത്. മൂവാറ്റുപുഴയിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരാളെയും നേർക്കുനേരെ പരിചയമില്ല. ഒരു നേർക്കുനേർ പരിപാടി നടത്താൻ വേണ്ടി വന്നപ്പോഴും നേർക്കുനേരെ പലരെയും പരിചയമില്ലാത്ത ഒരവസ്ഥ. പക്ഷേ മൂവാറ്റുപുഴയിലെ ഉത്ബുദ്ധരായ സുന്നി സമൂഹം ഞങ്ങളെ തേടി ഇങ്ങോട്ട് വരികയായിരുന്നു. നിങ്ങൾ കുടിച്ച വെള്ളം വരെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് കൊണ്ടുവന്നതല്ല. ഞങ്ങൾ എന്ത് സഹായമാണ് വേണ്ടത് ചോദിക്കൂ, ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ മൂവാറ്റുപുഴ ടൗണിലെ ഒരു പറ്റം ചെറുപ്പക്കാരുടെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് നാം ഈ ചൂടുകാലത്ത് കുടിച്ച ഒരു ഗ്ലാസ് വെള്ളം വരെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ കൂടെ ഉണ്ടായി. എന്നും നന്ദിയോടുകൂടെ പ്രാർത്ഥനാ ഹൃദയത്തോടുകൂടെ എന്നും ഇത് അനുസ്മരിക്കും, ഓർക്കും, പ്രാർത്ഥന കൊണ്ട് കടപ്പെട്ടിരിക്കും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയുള്ള മുഴുവൻ സഹോദരങ്ങളും ഇത്തരം പരിപാടികളുമായി ബന്ധപ്പെടുവാനും ഞങ്ങളെ സഹായിക്കുവാനും നിങ്ങൾ പരമാവധി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും നിങ്ങൾക്ക് വായിക്കാൻ ഞാനൊരു പുസ്തകം നിർദ്ദേശിക്കുകയാണ്. വണ്ടൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന നുസ്രത്തുൽ അനാം എന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കേരളത്തിന്റെ സുന്നി ശബ്ദം ഓരോ പണ്ഡിതന്റെയും കയ്യിൽ വേണം, ഓരോ മുസ്ലിം കുടുംബത്തിലും വേണം. ബിദ്അത്തിനെ തടഞ്ഞു നിർത്താൻ ഇനി നുസ്രത്തുൽ അനാമിനെ പോലെയുള്ള ജിഹോകൾക്കേ സാധിക്കൂ. പുതുപുത്തൻ പഠനങ്ങളുമായി നുസ്രത്തുൽ അനാം വരുമ്പോ എന്റെ സഹോദരങ്ങൾ മുഴുവൻ നുസ്രത്ത് വായിക്കുകയും അതിന് വരിക്കാരായി ചേരുകയും ചെയ്യണം എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട മൗലാന നജീബ് ഉസ്താദിന്റെ പഠനാർഹങ്ങളായ
വിഭാഗങ്ങളായ ഓഡിയോ, സീഡിയോ, കാസറ്റുകളൊക്കെ പുറത്ത് അവിടെ ക്യാമൗണ്ടിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാം ലഭ്യമാണ്. അക്കാര്യവും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി നേർക്ക് നേർ പരിപാടിയിലേക്ക് നമുക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സംഘാടകർ മൈക്കുമായി ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്നു. സംശയമുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക, ചോദിക്കുക, മറുപടി ഇവിടെ നിന്ന് ലഭിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആർക്കും സംശയം ഇല്ലേ? ഒരു വിഷയാവതരണം കൊണ്ട് തന്നെ നമ്മുടെ മൂവാറ്റുപുഴയിലും പരിസരങ്ങളിലുമുള്ള മുഴുവൻ വിദഅത്തിന്റെ കക്ഷികളുടെയും സംശയം തീർന്നിട്ടുണ്ടെങ്കിൽ IDF ഇതുപോലെയുള്ള പരിപാടികൾ കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും തന്നെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം ഈ സദസ്സിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ മഹാന്മാരോടുള്ള ചോദ്യം അല്ലെങ്കിൽ അവരോടുള്ള ഇസ്തിശ്ഫാർ അവർക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള കറാമത്ത് അല്ലെങ്കിൽ ശഫാഅത്ത് വഴി സഹായം ലഭിക്കുമെന്ന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുപ്പം അവർക്ക് ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് മഹാത്മാക്കളോട് ചോദിക്കുന്നത്, അവരോട് സഹായം അഭ്യർത്ഥിക്കുന്നത് എന്ന് ഉസ്താദിന്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്ന മുശ്രിക്കീങ്ങളുടെ 4ാമത്തെ വിഭാഗം, ആ 4ാമത്തെ വിഭാഗത്തിൽ അദ്ദേഹം പറയുന്നത് മുൻഗാമികളായ സാലിഹ്യങ്ങൾ, മരിച്ചുപോയ അവർ അള്ളാഹുവിന്റെ അടുക്കൽ തങ്ങളെ സഹായിക്കും, അവരുമായി ബന്ധപ്പെട്ടാൽ അവരുടെ തൃപ്തി നേടിയാൽ അള്ളാഹുവിന്റെ സാമീപ്യം ലഭ്യമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് മുശ്രിക്കീങ്ങളിൽ 4ാമത്തെ വിഭാഗമെന്ന് ഇമാം റാസി തന്റെ കിതാബിൽ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വിഭാഗം മുശ്രിക്ക് എന്ന് പറയപ്പെടുവാൻ സാധിക്കുമോ? ഇമാം റാസി എന്തു പറഞ്ഞു നിങ്ങൾ പറഞ്ഞു? മുശ്രിക്കീങ്ങൾ 4 വിഭാഗമുണ്ട് എന്ന് വിശദീകരിക്കുന്ന ഭാഗത്തില് ബഅദ് 4ാമത്തെ വിഭാഗമായിട്ട് പറയുന്നത് ബഅദ് മുൻഗാമികളായ അല്ലെങ്കിൽ സ്വാലിഹീങ്ങൾ അവരുമായിട്ടുള്ള ബന്ധം വഴി അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരുമായി ബന്ധപ്പെട്ടത് എന്ന രീതിയിൽ ഇമാം റാസി വിശദീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവർ മുശ്രിക്കീങ്ങളാണോ? അങ്ങനെയാ പറയേണ്ടത്. അങ്ങനെ ഉണ്ടോ എന്നാ ചോദിക്കേണ്ടത്. ഇമാം റാസി ഫലാ തജ്അലൂ ലില്ലാഹി അന്താദും വ അൻതും തഅലമൂൻ എന്ന് തുടങ്ങുന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ട് എങ്ങനെയാണ് ഇവിടെ ശിർക്ക് വന്നത്, ബഹുദൈവ വിശ്വാസികളിൽ ശിർക്ക് നിലനിൽക്കാൻ കാരണമെന്ത് എന്നിങ്ങനെ വിവരിക്കുന്ന സുദീർഘമായ ഒരു ഉപന്യാസം തന്റെ തഫ്സീറിൽ ചേർത്തിട്ടുണ്ട്. ആ തഫ്സീറിൽ ചേർത്തതിൽ പല സാധ്യതകളും പലതും ഇതിൽ കണ്ടു. ഈ കാണുന്ന കൂട്ടത്തിൽ ഫമിൻഹും മനിയതഖദ അന്നഹ അശിയാഉ വാജിബത്തുൽ വജൂദി ലദവാത്തിഹ, അള്ളാഹുവിനെ പോലെ തന്നെ സ്വയം നിലനിൽപ്പുള്ളതായ മറ്റു ശക്തികളാണ് ദൈവങ്ങൾ, വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞവരുണ്ട്. ഒമിൻഹും മനിയതഖദ അന്നഹ മഖ്ലൂഖത്തുൽ ലിലാഹിൽ അക്ബരി ലാകിന്നഹ ഖാലിഖത്തുൽ ലിഹാദൽ ആലം, ഇവ ഈ നക്ഷത്രങ്ങളും അതുപോലുള്ള വിഗ്രഹങ്ങളുമൊക്കെ വലിയ ദൈവത്തിന്റെ സൃഷ്ടികൾ തന്നെയാണ്, പക്ഷേ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാക്കളാണ് എന്ന് പറയുന്നവരുണ്ട് എന്നിങ്ങനെ വിവരിച്ച ശേഷം ഒരു കൂട്ടം ആളുകൾ, മറ്റൊരു കൂട്ടരുണ്ട്, അവർ ഇത്തരം ആളുകളെ പുണ്യാത്മാക്കളുടെയും മനുഷ്യരുടെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള പുണ്യാത്മാക്കളായി കണ്ടു. അങ്ങനെ അവരുടെ പ്രതിമകൾ സ്ഥാപിച്ചു, ആ പ്രതിമകളെ ഓർക്കാൻ വേണ്ടി വെച്ചു, പിന്നെ അവകളെ ദൈവങ്ങളായി വിശ്വസിച്ച് പൂജിച്ചു എന്ന് വരുന്ന തരത്തിലുള്ള ഒരു കൂട്ടം ആളുകളെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ആ പറയുന്നതിന്റെ ഓരോന്നിന്റെയും ന്യായവും അതിൽ ശിർക്ക് വരുന്ന രൂപവും അദ്ദേഹം വിവരിച്ചിട്ട് കേവലം ഒരു പുണ്യം കിട്ടുന്നവർ എന്ന വിചാരത്തിൽ വരുന്ന ധാരണ കൊണ്ട് ശിർക്ക് വരുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അത് ശറഅ് വെടിഞ്ഞതുകൊണ്ടും നിരോധിച്ചതുകൊണ്ടും അത് നിരോധിക്കപ്പെട്ടതാണ്. അങ്ങനെ ചെയ്താൽ അത് അല്ലാഹുവല്ലാത്തവർക്കുള്ള ഇബാദത്തായി ഖുർആൻ പഠിപ്പിക്കുന്നതുകൊണ്ട് അത് ശിർക്ക് എന്ന് പറയേണ്ടി വരും എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി തന്റെ തഫ്സീറിൽ വിവരിച്ച ഒരു ഭാഗമുണ്ട്. അതാണോ താങ്കൾ ചോദിക്കുന്നത്?
അതാണ് ചോദിച്ചത്. അതാണ് ചോദിക്കുന്നതെങ്കിൽ വിശദമായിട്ട് അത് റാസി ഇമാമിന്റെ വിവരണത്തിലുണ്ട്. അത് റാസി ഇമാമിന്റെ വിവരണത്തിൽ ശിർക്ക് എന്നതിനെ വളരെ വിവരിക്കുന്ന ഒരു കാസറ്റ് ഉണ്ട് ഇവിടെ. കഴിഞ്ഞ തിരൂരിലെ ശിർക്ക് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഇതുപോലെ നേർക്കുനേർ വിവരിച്ചിരുന്നു. ആ പരിപാടിയിൽ വളരെ വിശദമായി ആ ഭാഗങ്ങൾ നീണ്ടു വായിച്ചിട്ടുണ്ട്. അത് വായിച്ചു കേട്ടാൽ സുദീർഘമായി തീരും തങ്ങളുടെ സംശയം. CD കേട്ടിരുന്നു. ആ CD-യിൽ ഇങ്ങനെ അള്ളാഹുവിനെ അവർ ആരാധിക്കുന്നുണ്ട്, അതിന്റെ പേരിലാണ് ശിർക്ക് വരുന്നത് എന്ന്. അള്ളാഹുവിനെ കൂടാതെ ഈ വിഗ്രഹങ്ങളെ അവർ ന്യായങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് ഞാനൊന്നുകൂടെ വായിക്കണോ? വായിച്ചാൽ നന്നായിരുന്നു. നാലാമത്തേത് ഇവർ ശിർക്ക് ആയിട്ട് പറയുന്ന ഉദ്ധരണികളുടെയും അവരുടെ വിചാരങ്ങളുടെയും അഭിപ്രായങ്ങൾ വെച്ചിട്ട് നാലാമത്തേത് അന്നഹു മതമാത മിൻഹും റജുലുൻ കബീറുൻ യഅതഖിദൂന ഫീഹി അന്നഹു മുജാബുദ് ദഅവതി വ മഖബൂലു ശഫാഅത്തി ഇൻദല്ലാഹ്. അവരിൽ വെച്ച് ഒരു വലിയ മഹാൻ മരണപ്പെട്ടാൽ ആ മഹാനെക്കുറിച്ച് അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള ആളാണെന്നും ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്ന ആളാണെന്നും അവർ വിശ്വസിച്ചിരുന്നു. അലാമാ അഖ്ബറല്ലാഹു തആല അൻഹും ബിഹാദിഹിൽ മഖാലത്തി ഫീ ഖൗലിഹി തആല ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. ഇത് ഞങ്ങൾക്ക് അള്ളാഹുവിങ്കൽ ശുപാർശ ചെയ്യുന്ന ദൈവങ്ങളാകുന്നു എന്ന് വിഗ്രഹങ്ങളെക്കുറിച്ച് മക്കയിലെ വിഗ്രഹപൂജകരായ മുശ്രിക്കുകൾ പറഞ്ഞത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഷഫാഅത്തുള്ളവരാണ് എന്നുള്ള വിശ്വാസപ്രകാരവും പൂജയും ഇബാദത്തും നടന്നിരുന്നു എന്നാണ് എന്ന് വിവരിച്ച ശേഷം മഹാൻ പറയുന്നു, വ അമ്മൽ ഖൗലു റാബിഉ വൽ ഖാമിസു. ഈ നാലാമത്തെ അഭിപ്രായവും ശേഷം വരുന്ന അഞ്ചാമത്തെ ഒരു അഭിപ്രായവും ഫലൈസ ഫിൽ അഖ്ലി മാ യൂജിബുഹു, അത് അനിവാര്യമാക്കുന്നതോ ഔ യുഹീലുഹു, അത് അസംഭവ്യമാണെന്ന് വിവരിക്കുന്നതോ ആയ ബുദ്ധിപരമായ തെളിവുകൾ ഇല്ല. ലാക്കിന്ന ശറഅ ലമ്മാ മനഅ മിൻഹു, ശറഅ് അതിനെ തൊട്ട് തടഞ്ഞപ്പോൾ വജബൽ ഇംതിനാഉ അൻഹു, ആ വിധവും വിഗ്രഹങ്ങളെ വെച്ച് പൂജിക്കുക എന്ന് പറയുന്നതിനെ തൊട്ട് വെടിഞ്ഞു നിൽക്കൽ നിർബന്ധമായി. അതനുസരിച്ച് ഇത്തരം വിഗ്രഹങ്ങളുടെ രൂപങ്ങൾ സ്ഥാപിച്ച് അവരെ ശുഫാ ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നത് പാടില്ല എന്ന് ബുദ്ധിപരമായിട്ടല്ലെങ്കിലും ശറഅ് കൊണ്ട് തെളിഞ്ഞു എന്നാണ് ഇമാം റാസി പറഞ്ഞത്. ഇപ്പോ ഉസ്താദ് പറഞ്ഞതനുസരിച്ച് മനസ്സിലാകുന്നത് അവിടെ വിഗ്രഹങ്ങൾ വച്ച് പൂജിച്ചതിന്റെ പേരിലാണ് ശിർക്ക് വന്നത് എന്നാണ്. പക്ഷെ ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു, ആ ശിർക്ക് എന്ന കാസ്റ്റിൽ ഉസ്താദ് പറഞ്ഞു, ഞാൻ ശരിക്കും പ്രതിപാദിക്കുന്നുണ്ട്, ശിർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി കൊണ്ടുണ്ടാകൂല, വിശ്വാസം കൊണ്ടാണ് ഉണ്ടാകുക എന്നാ. അപ്പോ വിഗ്രഹങ്ങളെ വെച്ച് പൂജിക്കുക എന്നുള്ളതൊരു പ്രവൃത്തിയാണ്. അപ്പൊ അവിടെ എങ്ങനെ അവരെ മുശ്രിക്കുകൾ എന്ന് അവരെ വിശേഷിപ്പിക്കും? ഇത് അവർ വന്ന മുശ്രിക്കുകൾ കൗക്കബുകളെയും വിഗ്രഹങ്ങളെയും ആളുകളെയും വെച്ച് വിഗ്രഹങ്ങൾ വന്ന ശിർക്കിനെ കുറിച്ച് പലരും പറഞ്ഞ അഭിപ്രായങ്ങൾ ഉദ്ധരിക്കുകയാണ്. ആ പലരും പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്ന് നാലാമത്തെ ഒരു അഭിപ്രായം, ഇങ്ങനെയുള്ള ആളുകൾ മരിച്ചപ്പോൾ അവരെ ചൊല്ലി പ്രതിമയുണ്ടാക്കിയിട്ട് ആ പ്രതിമകളുടെ മുമ്പിൽ പൂജിച്ചുകൊണ്ടുള്ള ഒരു ഇബാദത്താണ് അവർ നടത്തിയത്. ഇത് ശിർക്കിന്റെ വിശ്വാസപ്രകാരമുള്ള ഇബാദത്താണ്. ആ തരത്തിലുള്ള ഇബാദത്തിനോട് സദൃശമാണ് എന്നുള്ള നിലക്കാണ് ഈ അഭിപ്രായ പ്രകാരം അതിനെ തൊട്ട് നിരോധനം വന്നത് എന്നാണ് നമ്മൾ വിശദീകരിച്ചത് അവിടെ. മനസ്സിലായോ? അപ്പൊ വിശ്വാസമില്ലെങ്കിലും വിശ്വാസപ്രകാരം വരുന്ന ഇബാദത്തുകളും പൂജകളും അർത്ഥിച്ചാലും ശറഅ് അതിനെ വിരോധിച്ചാൽ ആ വിരോധിച്ചതായ പൂജകൾ ഒഴിവാക്കേണ്ടി വരും. അതാണ് ഈ വ്യാഖ്യാനപ്രകാരം ഈ ആയത്തിൽ പറഞ്ഞ ഫലാത്ത് ജാലൂലില്ലാഹി അന്താദയുടെ അർത്ഥം എന്ന്. അപ്പോ ആ പ്രവർത്തനം കൊണ്ട് അവര് മുശ്രിക്കായി എന്നർത്ഥം ഇല്ല. പ്രവർത്തനം കൊണ്ട് മുശ്രിക്കീങ്ങളുടെ ഇബാദത്ത് ചെയ്തവരായി. ശിർക്ക് വരില്ല. ശിർക്ക് വരണമെങ്കിൽ വിശ്വാസത്തിലേ വരൂ. ശിർക്കീങ്ങളുടെ വിഭാഗമല്ലേ പറയുന്നത്? മുശ്രിക്കീങ്ങളുടെ ശിർക്ക് എങ്ങനെ കടന്നു വന്നു എന്ന രീതിയാണ് പറയുന്നത്. മുശ്രിക്കീങ്ങളുടെ ശിർക്ക് എങ്ങനെ കടന്നു വന്നു? കടന്നു വന്നത് ശുഫാ ആണ് എന്ന വിചാരപ്രകാരം മരണപ്പെട്ട ആളുകളുടെ വിഗ്രഹങ്ങൾ വെച്ചിട്ട് ഈ വിഗ്രഹങ്ങളെ പിന്നെ ഇലാഹുകളാക്കി ദൈവങ്ങൾക്ക് ചെയ്യുന്ന പൂജകളൊക്കെ നടത്തി ഇവർ വന്നു. അത് ശറഅ് വിരോധിച്ചതുകൊണ്ട് ആ വിരോധം അനുസരിച്ച് തന്നെ അവർ ജീവിക്കേണ്ട ബാധ്യസ്ഥരായി. അതുകൊണ്ടാണ് അവരോട് വിരോധം അത് പാടില്ല, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞത് എന്നാണ് റാസി വിശദീകരിച്ചത്. വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് ചെയ്തത് കൊണ്ടാണ്. വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനും പാടില്ല എന്ന് അല്ലാഹ് പറഞ്ഞു. വിശ്വാസമില്ലെങ്കിലും വിഗ്രഹങ്ങൾക്ക് പൂജിക്കാൻ പാടില്ല എന്നും അല്ലാഹ് പറഞ്ഞു. നുസ്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യ മനസ്സിലിരിക്കുന്ന സ്ഥാനങ്ങളിൽ പാരമ്യമായ സ്ഥാനം, അതായത് റബ്ബ് അല്ലെങ്കിൽ സ്രഷ്ടാവ് എന്ന പദവി ഏതെങ്കിലും ഒരു വസ്തുവിന് കൽപ്പിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും ആ വിശ്വാസപ്രകാരം ആ വസ്തുവിന് മുമ്പിൽ വിനയവും താഴ്മയും പ്രകടിപ്പിക്കുകയുമാണ് ഇബാദത്ത്. അപ്പോൾ ഈ വിഗ്രഹങ്ങൾക്ക്, അതായത് മുൻകഴിഞ്ഞു പോയ സ്വലഹാക്കളുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വച്ച ആ വിഗ്രഹങ്ങളെ, ആ മുശ്രിക്കീങ്ങള് സ്രഷ്ടാവെന്നോ റബ്ബെന്നോ വിശ്വാസമില്ലാതെയാണ് ശുഫാ ആയിട്ടാണ് അവർ ആരാധിച്ചിരുന്നത് എന്ന് നാലാമത്തെ ഒരു അഭിപ്രായക്കാർ പറയുന്നു. എന്നുകൂടി ചുറ്റി പറയും.
എന്ന് നാലാമത്തെ ഒരു അഭിപ്രായക്കാർ പറയുന്നു എന്നാ റാസി പറയുന്നത്. അപ്പോ അതല്ല നിങ്ങൾ ഉദ്ധരിക്കുന്നത്? ഈ താരീഫ് അനുസരിച്ച് ഒന്നിരിക്കൽ അവരുടെ ഇബാദത്താകൂല. ഇബാദത്ത് എന്നത് ഇബാദത്തിന്റെ വിശ്വാസപ്രകാരമുള്ളതാണ് സാക്ഷാൽ ഇബാദത്ത്. ഈ ഇബാദത്തിന് സദൃശമായിട്ടുള്ള പ്രവർത്തനം അവർ ചെയ്യുമ്പോൾ അതിന് കുഫർ എന്ന് പറയും. ഈ കുഫറാണ് ഈ അഭിപ്രായ പ്രകാരം മക്കയിലെ മുശ്രിക്കീങ്ങളിൽ നിന്ന് ഈ വാദമുള്ളവർ ചെയ്തിരുന്നത് എന്നാണ് റാസി വിശദീകരിച്ചത്. മനസ്സിലായോ നിങ്ങൾക്ക്? അവിടെ വിഗ്രഹങ്ങളെ ശരിയായ ദൈവിക ശക്തി ഉള്ളവരോ പരമമായ ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കാത്തവരോ ആയിട്ട് വല്ലവരുമുണ്ടെങ്കിൽ ആ വിഗ്രഹങ്ങൾ വെറും സുഫാ ആണ് എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ ബുദ്ധിപരമായി അതിനെ സംബന്ധിച്ച് ശിർക്ക് പറയാൻ ന്യായമില്ല. ശിർക്കിൻ്റെതായ വിശ്വാസം അവിടെ കാണാനുമില്ല. പക്ഷെ ശറഈ അത് വിരോധിച്ചതുകൊണ്ട് അതിനെ തൊട്ട് വെടിഞ്ഞു നിൽക്കൽ നിർബന്ധമാണ്. അതിപ്പം ചെയ്താൽ കുഫറാകും എന്ന്. ഉദാഹരണമായി മഹ്ലൂക്കിന് സുജൂദ് ചെയ്തു ഒരാൾ. നിങ്ങൾക്ക് കുറച്ചും കൂടി വിശദീകരണം ആവശ്യമുള്ളതുകൊണ്ട് വിശദീകരണം കുഴപ്പമില്ലല്ലോ. മഹ്ലൂക്കിന് സുജൂദ് ചെയ്തു ഒരാൾ. ഈ മഹ്ലൂക്ക് ഇലാഹാണ് എന്ന് വിചാരമുണ്ടെങ്കിലേ ശിർക്കാകുള്ളൂ. എങ്കിലും ഇലാഹാണ് എന്ന് വിചാരമില്ലാതെ സുജൂദ് ചെയ്താലും അത് കുഫ്റാവും. എന്ന പോലെയാണ് മക്കത്തെ മുശ്രിക്കുകൾ ഇലാഹിയത്തോ വുജൂബുൽ വുജൂദോ ഇസ്തിഹ്ഖാഖുൽ ഇബാദത്തോ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവർ ഈ വിശ്വാസപ്രകാരമല്ലാതെ അവർ ചെയ്ത പൂജകൾ കുഫറാണ്, ശറഈ വിരോധിച്ച കർമ്മമാണ്, അത് കുഫറുമാണ്. അതുകൊണ്ടാണ് അവരെ കാഫിര്യങ്ങൾ എന്ന് പറഞ്ഞത് എന്നാകും വ്യാഖ്യാനം. മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ അവർ എണ്ണിയത് മുശ്രിക്കീങ്ങളിൽ വിശ്വാസമുള്ളവർ ധാരാളമുണ്ട്. ഇതൊരു കൂട്ടരെ പറ്റി മാത്രം നാലാമത്തെ അഭിപ്രായം ഒരു കൂട്ടർ പറഞ്ഞ അഭിപ്രായമാണ്. എത്രയോ വിശ്വാസമുള്ളവരുണ്ട് ഇതിൽ പറഞ്ഞില്ലേ? അതെന്റെ കാസറ്റുകൾ ശ്രദ്ധിച്ച് കേട്ടിക്കണം. ആ വിഷയം ശ്രദ്ധിച്ച് കേട്ടു. ആ കേട്ടതിൽ ഒരുപാട് വിശ്വാസമുള്ളവരെ പറഞ്ഞിട്ടില്ലേ? 4 വിഭാഗത്തെ പറഞ്ഞു. അതിനകത്ത് വിഭാഗമൊന്നും അല്ല, അത്രയൊന്നും അല്ല പറഞ്ഞു. 4 അഭിപ്രായങ്ങൾ. റാസിയുടെ ഉദ്ധരണി വെച്ചുകൊണ്ട് 4 അഭിപ്രായം പറഞ്ഞു, വിഭാഗമല്ല. അത് അന്ന് പറഞ്ഞ 4 വിഭാഗമാണ്. ഈ അഭിപ്രായങ്ങൾ അന്നൊരു ചോദ്യകർത്താവ് ചോദിച്ചു, ബാദ് പറഞ്ഞോളൂ. അപ്പൊ അതല്ലാത്തവരില്ലെന്ന് വെച്ച് പുസ്തകം എല്ലാ ഭാഗത്തും കൂടി ആ കുല്ലെന്ന് പറഞ്ഞു. അതല്ലാതെ അതൊരു വിഭാഗമായിട്ട് തന്നെ അന്ന് ഉസ്താദ് പ്രസംഗിച്ചത്. അതാ മുശ്രിക്കീങ്ങളിൽ, മക്കത്തെ മുശ്രിക്കീങ്ങളിൽ ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിലെ ഒരു വിഭാഗത്തിന്റേതാണ് ഈ അഭിപ്രായം എന്ന് നാലാമത്തെ അഭിപ്രായം. അവർ മുശ്രിക്കല്ലാന്നാണ് ഇപ്പോ അവർ കാഫിറാണ്. പിന്നെന്തുകൊണ്ടാണ് ഇമാം റാസി മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ അവർ എണ്ണിയത്? കാഫിറുകളുടെ കൂട്ടത്തിൽ എണ്ണി. മുശ്രിക്കീകളുടെ പ്രവൃത്തി ചെയ്തവരുമായി, മുശ്രിക്കീങ്ങളുടെ പ്രവൃത്തി ചെയ്ത കാഫിര്യങ്ങളായി. മനസ്സിലല്ലേ? വിഗ്രഹ പൂജ എന്നറിയുന്നത് ഇപ്പൊ നമ്മൾ വിശ്വാസമല്ലാതെ ചെയ്താലും ചെയ്യാമോ? മുശ്രിക്ക് എന്ന് പറയുന്നത് ശരിയാണോ? മുശ്രിക്ക് എന്ന് പറഞ്ഞത് സദൃശമായി എന്നുള്ള നിലക്ക് പ്രയോഗിച്ചാൽ ആലങ്കാരികമായിട്ട് ശരിയാണ്. വെറും ആലങ്കാരികമല്ലല്ലോ, ഇതൊരു വിശ്വാസശാസ്ത്രം പഠിപ്പിക്കുക. വിശ്വാസശാസ്ത്രം ഉള്ളവർ കുറെ കൂട്ടരുണ്ടല്ലോ. കുറെ കൂട്ടർ ശരിക്കും വിശ്വാസത്തിൽ തന്നെ ശിർക്കുള്ളവരുണ്ടല്ലോ. മുശ്രിക്ക് ആരാണെന്ന് പഠിപ്പിക്കുന്ന വിഷയത്തിൽ മുശ്രിക്ക് ആരാണെന്ന് പഠിപ്പിക്കല്ലേ ഈ ആയത്ത്. മുശ്രിക്കിന്റെ വിഭാഗങ്ങൾ പഠിപ്പിക്കുന്ന, മുശ്രിക്കീങ്ങളുടെ എല്ലാ വിഭാഗങ്ങളോടും അത് ഒഴിവാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ആയത്താണ്. ആദ്യത്തെ ഒരു വിഭാഗത്തിന് മാത്രമുള്ളത് നാലാമത്തെ അഭിപ്രായക്കാരായ ആളുകൾ പറഞ്ഞതാണ് വിശ്വാസമില്ലാത്തവരുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ കുഫറാണ് ചെയ്യുന്നത്. അവർ മുശ്രിക്കല്ലായിരുന്നു. അവർ ഈ മുശ്രിക്കീങ്ങളുടെ പ്രവൃത്തി ചെയ്യുന്നവരായിരുന്നു, മുശ്രിക്കുകളല്ല. മനസ്സിലല്ലോ? സാധാരണക്കാർക്ക് ഇപ്പൊ ഒന്നും മനസ്സിലായില്ല. അദ്ദേഹം ചോദിക്കുന്നത് ശിർക്ക് എന്ന പേരിൽ നേർക്കുനേർ പരിപാടി ഉണ്ടായിരുന്നു തിരൂര്. അപ്പൊ മക്കത്തെ മുശ്രിക്കീങ്ങളിലെ ബഹുദൈവ വിശ്വാസികളിലെ ഒരുപാട് വിശ്വാസക്കാരെ കുറിച്ച് ഞാൻ റാസിയെ ഉദ്ധരിച്ചിട്ട് പ്രസംഗിച്ചിരുന്നു. അതിൽ ഒരു കൂട്ടം ആളുകൾ നക്ഷത്രങ്ങൾക്കനുസരിച്ചിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളിൽ ദൈവികത കണ്ടിരുന്നില്ല. ഇവിടെ ഉണ്ടാക്കിയിരുന്ന വിഗ്രഹങ്ങൾ ചിലര് അവരുടെ മരണപ്പെട്ട ആളുകളെ നല്ല സദൃശക്കാരാണെന്ന് വിചാരിച്ചിട്ട് അവരുടെ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അവരുടെ മുമ്പിൽ മുശ്രിക്കീങ്ങൾ ചെയ്യുന്നത് പോലത്തെ പൂജകൾ അർപ്പിക്കുകയായിരുന്നു എന്നാണ്. അങ്ങനത്തെ ഒരു കൂട്ടരും ഉണ്ടായിരുന്നു എന്ന് ഉദ്ധരിച്ച ശേഷം ഈ വിശ്വാസമില്ലാതെ ചെയ്യുന്നതിനെ കുറിച്ച് ബുദ്ധിപരമായി ശിർക്കെന്ന് പറയാൻ ന്യായമില്ല. പക്ഷെ ശറഈ വിരോധിച്ചതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ പാടില്ല, അത് ശിർക്കിന്റെ പ്രവർത്തനങ്ങളാകുന്നു എന്ന് ഇമാം റാസി വ്യാഖ്യാനിച്ചു, വിശദീകരിച്ചു എന്ന് ഞാൻ അവിടെ വായിച്ചിരുന്നു. ആ സംശയമാണ് അദ്ദേഹം ചോദിച്ചത്. അത് തന്നെ ഇപ്പോൾ ഒന്നുകൂടി വിശദീകരിച്ചാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. മനസ്സിലായല്ലോ? അസ്സലാമു അലൈക്കും. ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ ഫസ്തജാബു ലക്കും എന്ന് ഖുർആനിൽ ഒരിടത്ത് പറയുന്നതായിരുന്നു. ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കില്ല. വലൗ സമിഉ ഫസ്തജാബു ലക്കും, ഇനി കേട്ടാൽ തന്നെ അവർ അതിന് മറുപടി പറയില്ല എന്ന് പറയുന്നു.
ഈ ആയത്ത് ഇറങ്ങിയതിന്റെ പശ്ചാത്തലം, അതിന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ കൊടുക്കുന്ന വിവരണം ഇപ്പോ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് പഠിക്കുന്നതിന് വേണ്ടി. ഞാൻ വായിച്ചു തരാം. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യഗ്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. സൂറത്തു ഫാത്തിറിലെ 14ാമത്തെ ആയത്താണ് ഇത്. ഈ ആയത്ത് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി വിവരിക്കുന്നു. ഇബ്താലൽ ലിമാ കാനൂ യഖൂലൂന, മുശ്രിക്കുകൾ വാദിച്ചിരുന്ന വാദത്തെ തകർത്തുകൊണ്ടാണ് ഈ ആയത്ത് അല്ലാഹു പറയുന്നത്. ഇന്ന ഫീ ഇബാദത്തിൽ അസ്നാമി, വിഗ്രഹാരാധനയിലുണ്ട്, മിൻ ഹൈസുൽ കസ്റത്തൻ മിൻ ഹൈസുൽ ഖുർബു മിൻഹ വന്നദറു ഇലൈഹ വഅർളുൽ ഹവായിജ് അലൈഹ വല്ലാഹു ലാ യുറാ വലാ യസ്ലു ഇലൈഹി അഹദുൻ ഫഖാല ഹൗലാഇ ലാ യസ്മഊന ദുആഅക്കും വല്ലാഹു യസ്അദു ഇലൈഹിൽ കലിമുത് ത്വയ്യിബു യസ്മഉ വയഖ്ബലു ثم نزل عن تلك الدرجة وقال حب إنهم يسمعون كما يظنون فإنهم كانوا يقولون بأن الأصنام تسمع وتعلم എന്നിങ്ങനെ തുടരുകയാണ്.